ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വ്യവഹാര വഴിയിൽ ഹൈക്കോടതിയിൽ നിന്ന് സുപ്രധാന നീക്കം നടന്ന ഒരു ദിവസമാണ്. ആ വിഷയത്തിന്റെ പ്രാധാന്യം പരിഗണിച്ച് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കാൻ രണ്ടംഗ പ്രത്യേക ബെഞ്ചാണ്. ആ റിപ്പോർട്ട് 5 വർഷത്തോളം പൂഴ്ത്തിവെച്ചതടക്കം അത് പുറത്തു വന്ന ശേഷവും സർക്കാരിന്റെ കംപ്ലീറ്റ് ഇനാക്ഷൻ എന്ന ആരോപണം ഉയരുമ്പോൾ കോടതി ഹേമ കമ്മിറ്റിയിൽ വേട്ടക്കാരെ പിടിക്കാനൊരുങ്ങുകയാണോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചെറിയ ചില മാറ്റങ്ങൾ. ഇന്ന് മുതൽ 7 മുതൽ 9 വരെ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചർച്ച. അതിൽ KR ഗോപികൃഷ്ണൻ, വേണു ബാലകൃഷ്ണൻ, S വിജയകുമാർ എന്നിവർ പാനലായി ചേരുന്നു. ഒപ്പം അതിഥികളിൽ അഡ്വക്കേറ്റ് K അനിൽകുമാർ, ശ്രീ രാജു P നായർ, ശ്രീ സജി നന്ദിയാട്ട്, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ചർച്ചയുടെ എല്ലാ ഘട്ടത്തിലൂടെ സജീവമായി നമ്മുടെ പ്രിയപ്പെട്ട അവതാരകർ, പാനലിസ്റ്റർ ഇടപെടും. അങ്ങനെ നമ്മൾ 2 മണിക്കൂർ പ്രേക്ഷകരുടെ പങ്കാളിത്തത്തോട് ശക്തമായി മുന്നോട്ട് പോകും. ഞാൻ ആദ്യം അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പിയിലേക്ക് പോകണം. ശ്രീ പ്രിയദർശൻ തമ്പി, ഇവിടെ രണ്ടംഗ ബെഞ്ച് അത് അത്രത്തോളം സാധാരണമല്ല. ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോടതിക്ക് മുന്നിലേക്ക് 9-ാം തീയതിക്ക് മുമ്പ് എത്താൻ പോകുന്നതേ ഉള്ളൂ. അതിന് മുൻപ് തന്നെ രണ്ടംഗ ബെഞ്ച് രൂപീകരിച്ചുകൊണ്ട് അത് അത്രത്തോളം വരുന്ന സെൻസിറ്റീവ് വിവരങ്ങളെ സ്വീകരിക്കാൻ കോടതി കാത്തിരിക്കുന്നു എന്നൊരു ഫീലാണോ കോടതിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? അല്ല, തീർച്ചയായിട്ടും ഹാഷ്മി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് അനിതര സാധാരണമായ ഒരു സംഭവവികാസം തന്നെയായിട്ട് തന്നെ കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഗൗരവം എത്രത്തോളം ഗൗരവത്തിലാണ് കോടതി ഈ പ്രശ്നത്തെ കാണുന്നത് എന്ന് വേണം നമ്മൾ നോക്കിക്കാണാൻ. കാരണം കേരള ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമായി മാത്രമേ ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ഈ വിഷയത്തിൽ ഒരു പ്രത്യേക ബെഞ്ച് തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവവും വളരെ പ്രാധാന്യവുമുള്ള ഒരു വസ്തുതയായി തന്നെ നിയമലോകത്ത് നിൽക്കുന്നവർ കാണുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അത് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ, അല്ലെങ്കിൽ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പോലെ, കേരള ഹൈക്കോടതിയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള രണ്ടാമത് സീനിയറായിട്ടുള്ള ഒരു ജഡ്ജിയാണ് ജയശേഖർ നമ്പ്യാർ ഈ ബെഞ്ചിനെ ഹെഡ് ചെയ്യുന്നത്. ആ ബെഞ്ചിൽ മറ്റൊരു വനിതാ ജഡ്ജി കൂടി ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അത്തരത്തിൽ വളരെ പരിചയസമ്പന്നതയും വനിതാ പ്രാതിനിധ്യവും എല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു ഡിവിഷൻ ബെഞ്ച്, ഒരു സിംഗിൾ ബെഞ്ചല്ല, ഒരു ഡിവിഷൻ ബെഞ്ച് തന്നെ ഇത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഈ ഹേമ കമ്മീഷനിൻ്റെ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2 പൊതുതാൽപര്യ ഹർജികൾ തന്നെ ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പിലുണ്ട്. ആ പൊതുതാൽപര്യ ഹർജികൾ ഉൾപ്പെടെ എല്ലാ ഹർജികളും, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഹർജികളും ഈ ബെഞ്ചായിരിക്കും പരിശോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അപ്പോൾ ബെഞ്ചിൻ്റെ പരിഗണനാ വിഷയങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ആ പരിഗണനാ വിഷയങ്ങൾ എന്താണെന്നുള്ളത് ഹൈക്കോടതി തീരുമാനിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ആ ബെഞ്ച് തീരുമാനിക്കാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചത് ഈ വിഷയത്തിന് കോടതി എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനയായിട്ട് വേണമല്ലോ നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഈ ഗൗരവ കുറ്റകൃത്യ സ്വഭാവമുള്ള കാര്യങ്ങളിൽ അതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ സർക്കാരിന് മുന്നിൽ വലിയ സമ്മർദ്ദമുണ്ടായി. കാരണം ആ കാര്യങ്ങളിൽ FIR ഇട്ട് കേസെടുത്ത് അന്വേഷണം നടത്തണം, സർക്കാർ ഈ കാര്യങ്ങളിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകണം എന്ന സമ്മർദ്ദം ഉണ്ടായപ്പോൾ സർക്കാർ സ്വീകരിച്ച ഒരു സമീപനം, 1, പരാതിക്കാരുണ്ടാകട്ടെ എന്നതായിരുന്നു. 2, ഇപ്പോൾ സർക്കാരിൻ്റെ സമീപനം കോടതിയിലെത്തിയ വിഷയമാണല്ലോ, കോടതി തീർപ്പാക്കട്ടെ എന്നതാണ്. അപ്പോൾ താങ്കൾ പറയുന്നു പ്രത്യേക ബെഞ്ചിനെ രൂപീകരിച്ചതിനെ വളരെ ഗൗരവമായി സവിശേഷമായി കാണണം എന്ന് പറഞ്ഞാൽ സർക്കാരിന് ഇനി അടങ്ങിയിരിക്കാൻ കഴിയില്ല എന്നുകൂടിയല്ലേ അതിൽ നിന്ന് മനസ്സിലാകേണ്ടത്? അല്ല, ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ തന്നെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇത് സംബന്ധിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടതിൻ്റെ നമ്മൾ ഇതിനു മുമ്പ് തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ്. അതിൽ ഏറ്റവും സംസ്ഥാനത്തെ 5 IPS ഉദ്യോഗസ്ഥർ അടങ്ങിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത്. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ പോലും ഏത് സ്റ്റേഷനിൻ്റെ പരിധിയിലാണോ ഇതിൻ്റെ ഒഫൻസ് കമ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അവിടെ FIR ഇട്ട് അവിടെ അന്വേഷിക്കാനേ കഴിയുകയുള്ളൂ. അപ്പോൾ തന്നെ ഈ അന്വേഷണ സംഘത്തെയും രൂപീകരിച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ് ഉത്തരവിട്ടിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാം ഉപരിയായിക്കൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ ഈ ഹൈക്കോടതിയുടെ പരിഗണനാ വിഷയങ്ങൾ എന്താണെന്ന് തീർപ്പാക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രത്യാശിക്കുന്നത്, നടക്കുവാൻ സാധ്യതയുള്ള ഒരു പോസിബിളായിട്ടുള്ള കാര്യം ഈ പറയുന്ന അന്വേഷണങ്ങളെ ആകെ തന്നെ, ഈ പറയുന്ന സംഭവവികാസങ്ങളെ ആകെ തന്നെ, ഈ പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ
തന്നെ മോണിറ്റർ ചെയ്യുന്ന സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉന്നതമായ നീതിപീഠം അത്തരത്തിൽ ഇതിന്റെ ആകെ ഹേമ കമ്മീഷൻ ചോദിക്കുമ്പോൾ പറയുന്നതാണ് ഈ പറഞ്ഞ SIT. യഥാർത്ഥത്തിൽ SIT എന്നുള്ളത് സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിൽ ഒരു ഔദാര്യമോ അല്ലെങ്കിൽ തമ്പി ഇവിടെ ഒരു കൊഗ്നൈസബിൾ ഓഫൻസിന് ഇൻഫർമേഷൻ കിട്ടിയാൽ FIR ഇടാൻ പോലീസ് ഉദ്യോഗസ്ഥൻ മാൻഡേറ്ററി ആണെന്നിരിക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് ചെയ്തില്ല എന്നത് പോട്ടെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പുറത്തു വന്ന വെളിപ്പെടുത്തലുകളിൽ ഇത് ചെയ്യാതിരിക്കാൻ സർക്കാരിന് കഴിയുമായിരുന്നില്ല. അത് തന്നെ ഭംഗിക്ക് ചെയ്തോ? ഈ SIT രൂപീകരിച്ച വിജ്ഞാപനം എവിടെയാണ് താങ്കൾ കണ്ടുണ്ടോ ശ്രീ തമ്പി? തന്നെയുമല്ല, SIT എന്നത് യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ പരിശോധിക്കാനല്ല, പഠിക്കുന്നില്ല. ആ കമ്മിറ്റി പരിശോധിക്കുന്നത് അതിന് ശേഷം വന്ന വെളിപ്പെടുത്തലുകളാണ്. അതിലേക്ക് നോക്കണ്ട എന്നാണ് DGP പറഞ്ഞത്. അപ്പോൾ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി സാർ സൂചിപ്പിക്കുന്ന പോലെയാണെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയുമില്ല. ഈ കോടതി എടുക്കുന്ന ഗൗരവ സ്വഭാവം ഈ വിഷയത്തിൽ സർക്കാർ അശേഷം കാണിക്കുന്നില്ല, തന്നെയല്ല ഏതാണ്ട് അവഗണിച്ച മട്ടിലാണ് ഇപ്പോൾ. സർക്കാർ പറഞ്ഞൊരു ന്യായം കോടതി തീരുമാനിക്കട്ടെ, അതിനുശേഷം ഞങ്ങൾ ഇടപെടാം എന്നതാണ്. കോടതിക്കല്ലല്ലോ, ഈ റിപ്പോർട്ട് സർക്കാരിനാണല്ലോ. ഞാൻ പറഞ്ഞത് സർക്കാരിന് ഒരു ന്യായമായി ഇപ്പൊ സർക്കാർ അത് പറയുന്നുണ്ട്. അത് കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി ആരോ കൊടുത്തത് കൊണ്ട് അത് സാഹചര്യമായി ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ PV അൻവർ ഉന്നയിക്കുന്ന ഗുരുതരമായ ഒരു ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുള്ള ആരോപണത്തിൽ നമ്മുടെ വാർത്തയുടെ ഫോക്കസ് മാറി എന്നുള്ളത് ശരിയാണ്. അപ്പോഴും ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ തുടർച്ചയിലെ വെളിപ്പെടുത്തലുകളിൽ എന്തോ ചില വ്യവഹാരങ്ങൾ നടക്കുന്നു എന്നതിനപ്പുറം ഹേമ കമ്മിറ്റി അണ്ടച്ചടായിരിക്കുകയാണ്. ഈ തമ്പി സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും FIR ഇടാം എന്ന ഏത് നിയമപ്രമാണം നോക്കിയാലും ഇടാൻ കഴിയുന്ന ആ വസ്തുതയിൽ കോടതിയിൽ പൂർണ്ണമായി പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് സർക്കാർ ഇപ്പോഴും. മാത്രമല്ല തമ്പി ഇന്നലെയോ മിനിഞ്ഞാന്നോ സർക്കാർ ഒരു നിയമോപദേശം തേടുന്നുണ്ട്. അധികം പുറത്തു വന്ന വാർത്തയല്ല, AGയോട് നിയമോപദേശം തേടുന്നു. എന്തിനാണ്? ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും ഇത് കോടതിക്ക് ഈ വിവരങ്ങൾ കൊടുക്കാതിരിക്കാൻ എന്തെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ടോ എന്ന് സർക്കാർ ഇപ്പോഴും നോക്കുകയാണ്. എന്തിനാണത്? അല്ല, നമ്മൾ അത്തരത്തിലുള്ള ഇൻ്റർപ്രിട്ടേഷൻ അങ്ങനെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ മാത്രം അതിന് കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ. കാരണം നമുക്ക് അതിൻ്റെ ചരിത്രത്തിലേക്കും നാൾ വഴികളിലേക്കൊക്കെ കടന്നുപോയി കഴിഞ്ഞാൽ ഹേമ കമ്മീഷൻ ഉണ്ടായ സാഹചര്യം തന്നെ നമ്മൾ പരിശോധിക്കണം. ഹേമ കമ്മീഷൻ എങ്ങനെ ഉണ്ടായി? ഹേമ കമ്മീഷൻ ഉണ്ടായ സംഭവവികാസങ്ങൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? 2017 നമുക്കറിയാം. 2017 നമ്മുടെ ഒരു പ്രശസ്തയായ നടിയെ തട്ടിക്കൊണ്ടുപോയി ഈ കിഡ്നാപ്പിംഗ്, റേപ്പ് ഉൾപ്പെടെയുള്ള സംഭവവികാസങ്ങൾ നടന്നപ്പോൾ അന്ന് മുതൽ, ഞാനത് പറയാൻ കാരണം വെച്ചാൽ അന്ന് മുതൽ ആ കേസിലെ അതിജീവിതയോടൊപ്പം നിന്ന് സംസാരിക്കുകയും പൊതുസമൂഹത്തിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്ത ഒരാൾ എന്നുള്ള നിലയിൽ അത് പറയാനുള്ള അവകാശം എനിക്കുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ ഏറ്റവും പ്രശസ്തനായ ഒരു നടൻ അതിനെ ഇൻവോൾവ് ചെയ്യുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെയുള്ള സംഭവവികാസങ്ങൾ ഉണ്ടാകുകയും WCC എന്ന് പറയുന്ന സംഘടന ഉണ്ടാവുകയും ആ WCC എന്ന് പറയുന്ന സംഘടന ഉണ്ടായപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് ഹേമയെ നിയമിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഗവൺമെന്റ് ഒരു കാര്യവും ചെയ്തില്ല എന്നുള്ള അഭിപ്രായം നമുക്ക് പ്രകടിപ്പിക്കാൻ ഒരു കാര്യം ചെയ്തില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു പ്രധാനപ്പെട്ട ഒരു നടി തെരുവീതികളിൽ റേപ്പ് ചെയ്യപ്പെട്ടു ശ്രീ പ്രിയദർശൻ തമ്പി. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധമുണ്ടായി, അതിന്റെ അടിസ്ഥാനത്തിൽ WCC ഉണ്ടായി. അല്ലാതെ ജസ്റ്റിസ് ഹേമ പൊടുന്നനെ സർക്കാർ എന്നാലും ഒരു ഹേമ ഉണ്ടാക്കായേക്കാം എന്ന് പറഞ്ഞുണ്ടാക്കിയതല്ല. രാജ്യത്തുണ്ടാവാത്തൊരു സംഭവം നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ സ്ത്രീപക്ഷ കേരളത്തിൽ ഉണ്ടായി. അതിന്റെ തുടർച്ചയിലാണ് ഹേമ കമ്മിറ്റി ഉണ്ടായത്. ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും സംശയമൊന്നുമില്ല. അതെ, ഞാൻ പറഞ്ഞത് ഈ ജസ്റ്റിസ് ഹേമ എന്ന് പറയുന്ന ജഡ്ജി അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കാര്യം വളരെ പരിണിതപ്രജ്ഞയായ ഒരു ന്യായാധിപയാണ്, ഒരു മികച്ച അഭിഭാഷകയായിരുന്നു. കോഴിക്കോട് ബാറിലെ ഏറ്റവും സീനിയറായിട്ടുള്ള ക്രിമിനൽ അഭിഭാഷകനായിരുന്ന ഭാസ്കരൻ നായർ അവരുടെ ജൂനിയറായി പ്രാക്ടീസ് ചെയ്യുകയും പിന്നീട് നേരിട്ട് സെഷൻ ജഡ്ജിയായി വരികയും ദീർഘകാലം കോളിളക്കം സൃഷ്ടിച്ച നിരവധി ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യാൻ അവസരം കിട്ടുകയും ചെയ്ത സെഷൻ ജഡ്ജിയാവുകയും പിന്നീട് ഹൈക്കോടതി ജഡ്ജിയെ എലവേറ്റ് ചെയ്യുകയും ദീർഘകാലം കേരള ഹൈക്കോടതി ജഡ്ജിയായി പ്രവർത്തിക്കുകയും സധൈര്യം പല കേസുകളിലും പബ്ലിക് ഒപ്പീനിയനെതിരെ പോലും വിധിന്യായങ്ങൾ എഴുതിയിട്ടുള്ള ഒരു ജഡ്ജിയായി പ്രവർത്തിക്കുകയും ചെയ്ത ജസ്റ്റിസ് ഹേമ തന്നെ ഇത്തരത്തിലുള്ള ഒരു കേസ് കമ്മീഷനായി വന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അവരുടെ ഈ നിയമോപദേശം സർക്കാർ തേടുന്നുണ്ട്. ആ തേടുന്നതിന് ഒരു പക്ഷേ തമ്പി സാറ് പറയുന്നത് എൻ്റെ വ്യാഖ്യാനമായിരിക്കാം. എങ്കിൽ കൂടിയും കോടതി ഈ വിവരങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞതിന് ശേഷം നിയമോപദേശം തേടുന്നതിന് അർത്ഥം എന്താണ്? എന്തായാലും ഏജ് കൊടുക്കുന്ന നിയമോപദേശം ഏതെങ്കിലും തരത്തിൽ അപ്പീൽ കൊടുക്കാൻ പാടില്ല, ഏതെങ്കിലും തരത്തിൽ ഈ വിവരങ്ങൾ മറച്ചു വെക്കാൻ പാടില്ല. എന്തൊക്കെ സർക്കാരിൻ്റെ പക്കലുണ്ടോ എന്ന് പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായി പുറത്തു വരാത്ത ഭാഗങ്ങളടക്കം അതിനുശേഷം വരുന്ന കേസുകളിലെ മൊഴികളടക്കം എന്തൊക്കെ സർക്കാരിനുണ്ടോ മറ്റൊന്നും നോക്കാതെ കോടതിയിലേക്ക് കൊടുത്തേക്കും എന്നാണ് പറയുന്നത്. നിയമോപദേശം തേടുന്നതിൽ അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന് എനിക്ക് മതിയായ കാരണങ്ങളുണ്ട്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച അന്ന് മുതൽ സർക്കാർ കാണിക്കുന്ന ഒളിച്ചുകളിയാണ്. വേണു,
ഇവിടെ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ ഹൈക്കോടതി നൽകണമെന്ന് പറഞ്ഞാൽ സർക്കാരിന് കൊടുത്തേ മതിയാവും. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ സംഭവിക്കും. അതിലിപ്പോൾ ഒരു അപ്രതീക്ഷിതമായ ഒരു നീക്കം കരുതേണ്ടതില്ല. അങ്ങനെയെങ്കിൽ അത് കോടതിയെ ലക്ഷ്യമാവുകയാണ് ചെയ്യുക. അതുകൊണ്ട് അത് ആ സാധ്യതയില്ല. മുദ്രവെച്ച കവറിൽ അത് കൊടുക്കുക തന്നെ വേണം. ഇപ്പോൾ നിയമോപദേശം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സത്യവാങ്മൂലം കൊടുക്കുന്നുണ്ട്. ഇത് വീണ്ടും കോടതി പരിഗണിക്കുമ്പോൾ സർക്കാരിൻ്റെ സത്യവാങ്മൂലമാണത്. എന്ന് വെച്ചാൽ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എന്തൊക്കെ സർക്കാരിന് എടുക്കാം എന്നതിൻ്റെ സത്യവാങ്മൂലമാണ് നൽകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിയമോപദേശം അടക്കമുള്ള കാര്യങ്ങൾ വരുന്നത്. എനിക്ക് അതിനേക്കാൾ പ്രധാനപ്പെട്ട ചോദ്യം ശ്രീ പ്രിയദർശൻ തമ്പിയോട് ചോദിക്കാനുണ്ട്. ഈ ഹൈക്കോടതി ഇപ്പോൾ ഈ ഡിവിഷൻ ബെഞ്ച് രൂപീകരിച്ചിരിക്കുകയാണ്, 2 അംഗ ബെഞ്ച്. പ്രിയദർശൻ തമ്പി, ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഈ റിപ്പോർട്ട് ഇനി പരിശോധിച്ചാൽ പോലും, കോടതി ഈ പറയുന്ന റിപ്പോർട്ട് മുഴുവൻ വായിച്ചു, ഇനി 2 ഹർജികൾ ഇനിയിപ്പോൾ ഈ ബെഞ്ചിലേക്കാണ് വരാൻ പോകുന്നത്. അത് ഈ റിപ്പോർട്ടിന്മേൽ കോഗ്നിസിബിൾ ആയിട്ടുള്ള ഒഫൻസ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ നിയമ നടപടികളിലേക്ക് പോകണമെന്ന് പറയുന്ന 2 PILകളാണ് വന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 2 പൊതു താല്പര്യ ഹർജികൾ വെച്ചുകൊണ്ട് കോടതിക്ക് അത് പരിഗണിച്ചേ പറ്റൂ. കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഒരു നിയമപരമായ പിൻബലവുമുള്ള ഒന്നല്ല ആ കമ്മിറ്റി. അവിടെ ആരും എന്ത് മൊഴി കൊടുത്താലും അതിന് യാതൊരു നിയമസാധുതയുമില്ല. അപ്പോൾ നിയമപരമായി പിൻബലമില്ലാത്ത ഒരു കമ്മിറ്റിയിൽ നിയമസാധുതയില്ലാതെ വന്ന മൊഴികൾ അത് വെച്ചുകൊണ്ട് ഈ 2 പൊതു താല്പര്യ ഹർജികളിൽ ഇനി എത്ര മഹത്തായ കാര്യമാണ് ഹൈക്കോടതി ഇന്ന് തീരുമാനിച്ചെന്ന് പറഞ്ഞാലും അതിന് നിയമപരമായി അണുവിട മുന്നോട്ട് പോകാൻ കഴിയുമോ? അല്ല, അത്തരത്തിലൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ കഴിയുമോ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. കാരണം കോടതിയുടെ ഇടപെടലുകൾ കൊണ്ട് അത്തരത്തിലുള്ള പല സംഭവങ്ങളും പുറത്തു വന്ന കാര്യങ്ങളുണ്ട്. കാരണം ഹേമ ഈ കമ്മീഷൻ്റെ അല്ലെങ്കിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ആരുടെയും പേര് പറയുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷെ ആരുടെയും പേര് പറയുന്നില്ല എങ്കിൽ പുട്ടസ്വാമി കേസിന്റെ സുപ്രീം കോടതി വിധിയുടെ ക്രക്സ് എന്താണ്? അല്ല, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ കോടതിക്ക് അത്തരത്തിലുള്ള പരിമിതികളുണ്ട് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ ഒരിക്കലും കഴിയില്ല. കാരണം ഈ കോടതിയുടെ ഈ അത്തരത്തിലുള്ള ജൂറിസ്ഡിക്ഷൻ അനുസരിച്ച് ഈ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയും, തീർച്ചയായിട്ടും ഇടപെടാൻ കഴിയും. ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ കമ്മിറ്റിയുടെ നിഗമനങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ കോടതി, കാരണം ഈ റിപ്പോർട്ട് പരിശോധിച്ച അടിസ്ഥാനത്തിൽ എന്ത് നടപടികൾ ഒരാൾക്കെതിരെ ഒരു പരാതി ഒരു കമ്മിറ്റിക്ക് കൊടുക്കുന്നു. ആ പരാതി കൊടുത്തയാൾ ഏറ്റവും പരമപ്രധാനമായി പറയുന്നത് അവരുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടണമെന്നാണ്. ഈ ഭരണഘടനയിൽ ഏറ്റവും മൗലികമായ അവകാശമാണ് സ്വകാര്യത സംരക്ഷിക്കപ്പെടുക. അതാണ് പുട്ടസ്വാമി വിധിയും. അങ്ങനെ വരുമ്പോൾ ഈ കോടതി ഈ റിപ്പോർട്ട് പരിശോധിച്ചാലും ഈ പൊതുതാൽപര്യ ഹർജികൾ പരിഗണിച്ചാലും വ്യക്തിയുടെ സ്വകാര്യതയെ ഹനിക്കുന്ന ഒരു നടപടിയിലേക്ക് ഇനി ഏത് കോടതിയാലും, ഹൈക്കോടതി ഭരണഘടനാ കോടതിയാണ്, അതിന് പോകാൻ കഴിയുമോ? അല്ല, പ്രതിയുടെ സ്വകാര്യതയ്ക്ക് ഈ പറഞ്ഞ പ്രതിയല്ല പറഞ്ഞുണ്ടോ? ഞാൻ പറഞ്ഞത് ഇരയുടെ കാര്യം മാത്രമല്ല. ഇര പറയുകയാണ്. വേണുവിനോട് ഞാൻ ഒരു കാര്യം ഞാൻ അങ്ങ് സൂചിപ്പിച്ച ഈ വിധി ഉണ്ടെങ്കിൽ പോലും അതിനകത്തൊക്കെ നമുക്ക് അതൊരു എല്ലാം ഒരു ജനറലൈസ് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ചും സ്ത്രീകൾ ഇൻവോൾവ് ആയിട്ടുള്ള കേസുകളിൽ അത്തരത്തിലൊരു നിഗമനത്തിൽ നമുക്ക് എത്താൻ കഴിയില്ല. സപ്പോസ് ഒരു മൈനർ കുട്ടി ഉണ്ടെന്ന് വെക്കുക, അല്ലല്ല, പോക്സോ കേസ് വേറൊന്നാണ്. പോക്സോ കേസ് കേട്ടറിവുണ്ടെങ്കിൽ തന്നെ എടുക്കാം. അല്ലല്ല, പോക്സോ കേസ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് അറിവുണ്ടെങ്കിൽ തന്നെ അടുത്ത നടപടികളിലേക്ക് പോകാം. അതുപോലെയല്ല ഇത്. ഉണ്ടെന്ന് എടുക്കാം. സപ്പോസ് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സ്വകാര്യതയുടെ പ്രശ്നം വരുന്നുണ്ട് എങ്കിൽ പോലും ഇതിൽ വളരെ 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 പ്രത്യേകമായ ഒരു ലേഡിയുടെ പേര് പറയുന്നുണ്ടെങ്കിൽ അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലീസിന് കോടതി ആവശ്യപ്പെടുകയാണെങ്കിൽ കഴിയും, അവരെ ചോദ്യം ചെയ്യാൻ കഴിയും. അപ്പോഴും അവർ ആ മൊഴിയിൽ ഉറച്ചു നിൽക്കണം. അതാണ് ഏറ്റവും പ്രധാനം. ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു നിയമസാധ്യതയില്ലെങ്കിലും പിന്നീട് പോലീസ് അവരെ കണ്ട് ചോദിക്കുമ്പോൾ ആ മൊഴിയിൽ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, ആ മൊഴിയിൽ അവർ ഉറച്ചു നിൽക്കാതിരിക്കും. കാരണം അവരെ പ്രധാനമായും കാണുന്ന അവരുടെ സ്വകാര്യതയാണ്. ഒരു സെക്കൻഡ്, ഈ പറയുന്ന ഹേമ കമ്മിറ്റിയുടെ മുൻപാകെ ഈ പറയുന്ന മൊഴികൾ കൊടുക്കാൻ ഇവർ പോയതിന്റെ അടിസ്ഥാനം തന്നെ അവർ മുന്നോട്ട് വെച്ച ഏറ്റവും പരമപ്രധാനമായ ഉപാധി എന്ന് പറയുന്നത് ഈ സ്വകാര്യത സംരക്ഷിക്കണമെന്നാണ്. അതാണ് ഹേമയും അതുകൊണ്ട് ആ കാര്യത്തിൽ ഉറപ്പ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ട് സർക്കാരിന് നൽകിയിരിക്കുന്നതും. അപ്പോൾ താങ്കൾ പറയുകയാണ് കോടതിക്ക് വിളിച്ചു വരുത്താം. ശരി, പക്ഷെ കോടതിക്ക് വിളിച്ചു വരുത്തിയാൽ എനിക്ക് പരാതിയില്ല എന്നൊരാൾ പറഞ്ഞാൽ അവിടെ തീരുന്നതേ ഉള്ളൂ. ഒരു കോടതിയുടെ മുൻപാകെയും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുൻപാകെയും ആ വ്യക്തിക്ക് പോകേണ്ടതില്ലല്ലോ ശ്രീ പ്രിയദർശൻ തമ്പി. അല്ല, അത് നമ്മളതൊരു നിയമപരമായ ഒരു ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ്. ലീഗലി നോക്കുമ്പോൾ അങ്ങനെ നമുക്ക് പറയാം. പക്ഷെ അങ്ങനെ നമുക്ക് അത് നമ്മൾ ധാർമ്മികമായിട്ടും നിയമപരമായിട്ടും അത് ശരിയാണോ എന്ന് ചിന്തിക്കണമെന്ന് വ്യക്തിപരമായ അഭിപ്രായമുള്ള ആളാണ് ഞാൻ. കാരണം ഇത്തരത്തിലുള്ള ആളുകളെ മിസ്യൂസ് ചെയ്യുന്നു എന്ന് വെക്കുക, ചൂഷണം ചെയ്യുന്നു എന്ന് വെക്കുക, വിത്തൗട്ട് കൺസെൻറ്റ്. ഇപ്പം കൺസെൻറ്റ് ഉണ്ടെങ്കിൽ ഒന്നും വരുന്നില്ലല്ലോ, റേപ്പ് ആവുന്നില്ലല്ലോ.
കൺസെഷണൽ സെക്സ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഈ ഒഫൻസ് അല്ലല്ലോ. കൺസെഷണൽ അല്ലാത്ത എന്തെങ്കിലും പ്രോമിസ് നൽകിക്കൊണ്ട് അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും ഉപാധികളുടെ പേരിൽ ഒരു സ്ത്രീയെ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ സീക്രസി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം എന്തിനാണ് ഒരു ഒഫൻസ് നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നത്? പണിഷ് ആവർത്തിക്കപ്പെടാതിരിക്കണ്ടേ? അപ്പോൾ ഹേമ കമ്മിറ്റി പാര 96 പറയുന്നത് ഇങ്ങനെയാണ്: ഓൺ അനാലിസിസ് ഓഫ് എവിഡൻസ് ബിഫോർ us, we are satisfied that women face sexual harassment even from very known people in film industry who are named before the committee. On considering the various aspects, we have no reason to disbelieve that what was stated before us regarding sexual harassment in film industry. പാര 116 പറയുന്നത് ഇങ്ങനെയാണ്: മെനി വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഹേമ ചോദിക്കുന്നു എന്തുകൊണ്ട് പോലീസിലേക്ക് പോയിക്കൂടാ. അവർ പറയുന്നു മെനി വിറ്റ്നസസ് സ്റ്റേറ്റഡ് ബിഫോർ ദ കമ്മിറ്റി ദാറ്റ് they face various consequences if they go to the police station with an allegation of sexual harassment or assault. If they take up the matter before court police, they will face worse consequences, including that to life. ജീവൻ പോലും നഷ്ടമാകും എന്ന പേടികൊണ്ടാണ് ഞങ്ങൾ പോലീസിലേക്ക് പോകാതിരിക്കുന്നത് എന്ന് ഈ പരാതിക്കാർ ഹേമയോട് പറയുന്നുണ്ട്. വേണു, ഇവിടെ പായ്ച്ചർ നവാസ് എന്ന് പറയുന്ന ഒരു വ്യവഹാരിയാണ് കോടതിയിലേക്ക് പോകുന്നത്. സ്ഥിരം വ്യവഹാരിയാണ്, കോടതിക്ക് പായ്ച്ചർ നവാസ് നന്നായി അറിയാം. എന്ന് പറഞ്ഞാൽ സ്ഥിരം വ്യവഹാരിയാണെന്നും എന്താണ് ഇൻറ്റൻഷൻ എന്നൊക്കെ കോടതിക്ക് ഇയാളെ നന്നായി അറിയാം. ആ പായ്ച്ചർ നവാസിലെ സ്ഥിരം വ്യവഹാരിയുടെ ഒരു ഹർജിയിൽ ഇത്രത്തോളം സീരിയസ് ആയി അത് എടുക്കണമെങ്കിൽ, അതിൻ്റെ തുടർച്ചയിൽ ഇത്രത്തോളം സീരിയസ് ആയി ഡിവിഷൻ ബെഞ്ചിലേക്ക് അത് അല്ലെങ്കിൽ ഒരു ബെഞ്ച് രൂപീകരിച്ച് അതിലേക്ക് പോകണമെങ്കിൽ ഉറപ്പായും വേണു ആ പറയുന്ന നിയമപരമായ, ഇപ്പോൾ വേണു പറയുന്ന ആ നിയമത്തിൻ്റെ ചട്ടക്കൂടിൽ പറയുന്നത് ശരിയാണെങ്കിൽ കൂടിയും കോടതി അതിനെ കുറച്ചുകൂടി വിശാലമായി കാണുന്നു എന്ന് കരുതിക്കൂടെ? അല്ല, ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ഹർജി കൊടുക്കാൻ കോടതിയുടെ രജിസ്ട്രി വഴി അത് സ്വാഭാവികമായും ഹർജി ഫയൽ ചെയ്യപ്പെടും. അത് സ്വാഭാവികമായും കോടതിയുടെ പരിശോധനയിലേക്ക് വരും. പക്ഷേ കോടതിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റോൾ എടുക്കാൻ കഴിയില്ല. അപ്പോൾ പായ്ച്ചർ നവാസിന് ഒരു കാര്യം ഒരു ഹർജി എന്ന നിലയിൽ കൊടുക്കാമെന്ന് പറയുന്നത് ഒരു സാധ്യതയായിരിക്കുമ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റോൾ എടുക്കാൻ കഴിയില്ല എന്നത് കോടതിയുടെ പരിമിതിയുമാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മറിച്ച് എനിക്ക് തോന്നുന്നത് ഈ പ്രിയദർശൻ തമ്പി ഈ വിശാഖ കേസ് എന്നൊക്കെ പറയുന്ന കാര്യത്തിനകത്ത് സുപ്രീം കോടതി ഇടപെടുന്നത് യഥാർത്ഥത്തിൽ നിയമമില്ല. അങ്ങനെ വരുമ്പോൾ സുപ്രീം കോടതി തന്നെ ഗൈഡ് ലൈൻ കൊടുക്കുന്നു. അതിനുശേഷം അതിനൊരു സാവകാശം കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നു. ഇത്ര കാലയളവിനുള്ളിൽ നിങ്ങൾ നിയമം കൊണ്ടുവരിക. അതുവരെ പക്ഷേ രാജ്യത്തെ നിയമം എന്ന് പറയുന്നത് ഈ ഗൈഡ് ലൈൻസ് ആയിരിക്കും. അങ്ങനെയാണ് ഈ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിയൊക്കെ വരുന്നത് അല്ലേ. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മാർഗനിർദ്ദേശം നൽകുക എന്നതിലേക്ക് ഈ രണ്ടംഗ ബെഞ്ചിന് ഇപ്പോൾ കടക്കാൻ കഴിയുകയുള്ളൂ എന്ന് കരുതുന്നു. താങ്കളുടെ നിരീക്ഷണം എന്താണ് അതിനെപ്പറ്റി? അല്ല, എനിക്ക് തോന്നുന്നത് കോടതികൾ പലപ്പോഴും അവരുടെ നീതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെ ഭാഗമായി പലതും ചെയ്ത ചരിത്രമുണ്ട്. കാരണം അതിൻ്റെ ഏറ്റവും നമുക്ക് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ തിഹാർ ജയിലിൽ നിന്ന് പോസ്റ്റ് കാർഡിൽ സ്റ്റാമ്പോ ഒന്നുമില്ലാതെ ഒരു വ്യക്തി എഴുതിയ കത്ത്, ഒരു കാർഡ്, പോസ്റ്റ് കാർഡിൽ തിഹാർ ജയിലിൽ നടക്കുന്ന ഈ പറയുന്ന പ്രവണതകളെക്കുറിച്ച് എഴുതിയ കാർഡ് റിട്ട് ഹർജിയായി പരിഗണിച്ചുകൊണ്ട് തിഹാർ ജയിലിൽ നടക്കുന്ന അഴിമതികളെക്കുറിച്ച് അന്വേഷിച്ച ചരിത്രമുള്ള ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെ വലിയ ചരിത്രമുള്ള നാടാണ് നമ്മുടെ രാജ്യം. നമ്മുടെ ഭരണഘടന, ഉദാത്തമായ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളും അത് തന്നെയാണ്. അപ്പോൾ ഈ ജുഡീഷ്യറി എന്ന് പറയുന്നത് വെറും എന്തൊരു കാവലായിട്ട് നിൽക്കുന്ന സ്ഥാപനമൊന്നുമല്ല എന്ന് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും കോടതി ഫലപ്രദമായി ഇതിൽ ഇടപെടും. ഞാൻ ഈ പറഞ്ഞ ഈ വായിച്ച പാരഗ്രാഫുകൾ അടക്കം നടപടികൾ ഉണ്ടാകുന്നതിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉറപ്പായും അങ്ങനെ ഉണ്ടാവണം. കാര്യം ഞാൻ ഈ വായിച്ച പാരഗ്രാഫ് അടക്കം എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഹറാസ്മെന്റ്, സെക്ഷൽ അസോൾട്ട് ഉണ്ടായി, അത് വെരി വെൽ നോൺ പേഴ്സൺസ് ഭാഗത്ത് അടക്കം ഉണ്ടായി എന്ന് പറയുന്ന പാര 96 അടക്കം എന്തുകൊണ്ട് പോലീസിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്ന് ഇരകൾ പറയുന്ന അവരുടെ ദയനീയമായ പരിമിതി, അവരുടെ ദയനീയമായ വിലാപങ്ങളടക്കം ആ മേഖലയിൽ നടക്കുന്ന അങ്ങേയറ്റത്തെ സെക്ഷൽ അസോൾട്ട്, വേട്ട എന്ന ഗണത്തിൽ തന്നെ പെടുത്താവുന്ന കാര്യങ്ങളടക്കം നമ്മൾ കാണാത്ത മറച്ചുവെച്ച ആ ഭാഗങ്ങൾ കൂടി കോടതിയിലേക്ക് മുന്നിലേക്ക് എത്തുമ്പോഴേക്കും കോടതിക്ക് അതിൽ ആക്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് വിശ്വാസം. നമുക്ക് അത് കാത്തിരുന്ന് കാണണം. തിരികെ എത്താം നമ്മുടെ ചർച്ചയിലേക്കാണ്. യെസ്, വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നമ്മുടെ പാനലിസ്റ്റുകൾ, നമ്മുടെ അതിഥികൾ തുടരുന്നു. ഗോപികൃഷ്ണൻ, വേണു, വിജയകുമാർ. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവത്തിൽ നമുക്ക് ബ്രേക്കിൽ നിന്ന് അങ്ങോട്ട് മുന്നോട്ടേക്ക് പോവാം. അതായത് നമ്മുടെ വയനാട് പ്രേക്ഷക ജില്ലാ സമ്മേളനത്തിൽ നമ്മൾ കാറിലാണ് പോകുന്നത്. നമ്മൾ എല്ലാവരും കാറിലാണ് പോയത്. കാറിൽ പോകുമ്പോൾ എനിക്ക് ഫോൺ കോൾ വരുന്നു. എടുത്തപ്പോൾ ഒരു പെൺകുട്ടിയാണ്, പരിചയപ്പെടുത്തുന്നു. ഹാഷ്മി ചേട്ടാ, ഞാൻ ഒരു അതിജീവിതയാണ് എന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ എന്താണ് ചോദിക്കുന്നു? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അവർ ചർച്ചകൾ കാണുന്നുണ്ട്, അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അവർക്ക് വലിയ എംപവർമെൻറ്റ് ചർച്ചകൾ അത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, അഭിനന്ദിപ്പിക്കുക. അതിനുശേഷം തുടർന്ന് പറയുന്നു, പടവട്ട് എന്ന സിനിമയുടെ സെറ്റിൽ സംവിധാനത്തിനുണ്ടായ വളരെ മോശം അനുഭവം അവർ പറയുകയാണ്. ബ്രൂട്ടൽ റേപ്പ് ഉണ്ടായ കാര്യം പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അത് വർഷങ്ങൾക്ക് മുൻപാണ് ഉണ്ടായത്. അതിഭീകരമായ ബ്രൂട്ടൽ റേപ്പ് ഉണ്ടായ കാര്യം പറയുകയാണ്. അതിനുശേഷം ആ റേപ്പിന് ശേഷം അവർ കടന്നുപോയ കനൽ വഴികളെക്കുറിച്ച് പറയുകയാണ്, കൊടിയ ട്രോമകളെക്കുറിച്ച് പറയുകയാണ്, അവർക്ക് പിന്നെ മനുഷ്യരെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത മാനസികാവസ്ഥയെപ്പറ്റി പറയുകയാണ്. അതിനുശേഷം ബ്രൂട്ടൽ റേപ്പിന് ശേഷവും ഈ വേട്ടക്കാരുടെ സംഘം അവർ പുറത്തു പറയാതിരിക്കാൻ
അങ്ങേയറ്റം അടിച്ചമർത്തൽ നടത്തിയ കാര്യം പറയുകയായിരുന്നു. 64 കിലോ ഉണ്ടായിരുന്ന ഈ അതിജീവിത 28 കിലോയിലേക്ക് താഴ്ന്ന കാര്യം പറയുന്നത്. അതിനുശേഷം അവർക്ക് പ്രത്യേക അവർക്കൊരു പാർട്ട്ണർ ഉണ്ടാവുന്നു. പാർട്ട്ണറുടെ അതിശക്തമായ മാനസിക കരുത്തിൽ അവർക്ക് ട്രോമ ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നു. ട്രോമ ട്രീറ്റ്മെന്റിന്റെ വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് ഇത് പുറത്തു പറയാനും തുറന്നു പറയാനുമുള്ള ഒരാവതുണ്ടാവുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ പോയി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അവർ വാർത്താപരമായി തന്നെ സംസാരിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ഈ അൻവറിൻ്റെ തിരക്കിൽ ആയതാണ് നമുക്ക് പോകാൻ പറ്റിയില്ല. എന്തായാലും അങ്ങോട്ടേക്ക് പോകണം. ഞാൻ പറഞ്ഞു വന്നത് അതിനുശേഷം വരുമ്പോൾ ഞാൻ കാണുന്ന ഒരു വാർത്താ സമ്മേളനം ഭാഗ്യലക്ഷ്മിയുടെ വാർത്താ സമ്മേളനമാണ്. ഭാഗ്യലക്ഷ്മി ഫെഫ്ക മീറ്റിംഗിൽ അവരെ ഏതോ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ച വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനത്തിനിടയിൽ അവർ പറയുന്നുണ്ട് 16 വയസ്സിൽ ഭാഗ്യലക്ഷ്മിക്ക് ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടായി. അപ്പോൾ അവർ കടക്ക് പുറത്തുനിന്ന് പറഞ്ഞു. അതിനുശേഷം അവർക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. അതിൻ്റെ തുടർച്ചയിൽ അവർ പറഞ്ഞു വെക്കുന്നത് ഈ അനുഭവം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം അനുഭവം ഉണ്ട് അപ്പോൾ തന്നെ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ, ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണോ പറയുന്നത്. എനിക്ക് എൻ്റെ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങുന്നത് ഈ പടവെട്ട് സിനിമയിലെ ഈ അതിജീവിത പറയുന്ന കാര്യങ്ങളാണ്. അവർ അനുഭവിച്ച കനൽവഴികളാണ്. ആ കനൽവഴികളെക്കുറിച്ച് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് കൂടി ഭാഗ്യലക്ഷ്മിക്ക് അറിയാത്തതല്ല. ഭാഗ്യലക്ഷ്മി ആ ചോദ്യം അപ്പോൾ പറഞ്ഞുകൂടെ, എന്തുകൊണ്ടാണ് ഇത്ര വൈകി ചോദിക്കുന്നത് എന്നുള്ള ചോദ്യം അങ്ങേയറ്റത്തെ പ്രതിഷേധങ്ങൾ മാത്രമല്ല. ആ വാർത്താ സമ്മേളനത്തിൽ ഹേമ കമ്മിറ്റി ആദ്യഘട്ടത്തിൽ ഭാഗ്യലക്ഷ്മി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് അനുകൂലമായി നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത ഭാഗ്യലക്ഷ്മി ഈ ദിവസമാകുമ്പോഴേക്കും അതിജീവിതകളെ ഇത്തരത്തിൽ വർഷങ്ങൾക്ക് ശേഷം ട്രോമ അനുഭവിച്ച് പുറത്തു പറഞ്ഞ അതിജീവിതകളെ പരിഹസിക്കുന്നുണ്ട്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അവിശ്വസിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഹേമ കമ്മിറ്റി എന്തായാലും അത് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു അത് ഭാഗ്യലക്ഷ്മിയുടെ മാത്രം നിലപാടാവില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ഒരു സംഘം പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഫേസായി ഭാഗ്യലക്ഷ്മി നിൽക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ ഘട്ടത്തിൽ കൂടി ഹൈക്കോടതിയുടെ ഇടപെടൽ അതിനിർണായകമാണെന്ന് ഞാൻ കരുതുന്നു. ഗോപികൃഷ്ണൻ, ഹാഷ്മി, ഒന്നാമത്തെ കാര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി എന്നത് സർക്കാർ വെച്ചൊരു സംവിധാനമാണ്. അതിൽ ഇരകളാക്കപ്പെട്ടവർ നേരിട്ട് വന്ന് അവരുടെ അനുഭവങ്ങൾ പറയുകയും അവർ അവിശ്വസിക്കേണ്ടതില്ല, അവർ നൽകിയിരിക്കുന്ന തെളിവുകളും മൊഴികളും അത്രത്തോളം സ്വീകാര്യമാണ് എന്ന് ഹേമ കമ്മിറ്റി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ആ ഭാഗമാണ് നേരത്തെ ഹാഷ്മി വായിച്ചത്. അപ്പോൾ ഇതുപോലെ സർക്കാർ വെച്ചൊരു കമ്മിറ്റിയിൽ ഇരകളാക്കപ്പെട്ടവർ നേരിട്ട് വന്ന് മൊഴി നൽകുകയും കമ്മിറ്റിക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്ത കാര്യങ്ങൾ ഇനി നമ്മൾ നോക്കുന്നതിൽ നിയമപരമായ ഇടപെടലുകൾ എന്തുണ്ടാകുമെന്നാണ്. അവിടെ ഇതിന് പുറത്ത് നടക്കുന്ന വ്യവഹാരങ്ങൾ, അത് അഭിപ്രായം പറയലാകാം, ആളുകളുടെ നിരീക്ഷണങ്ങളാകാം, ആളുകളുടെ വിലയിരുത്തലുകളാകാം, വിമർശനങ്ങളാകാം. സത്യത്തിൽ അതിനെല്ലാം അപ്പുറത്തേക്ക് നിയമപരമായ കാര്യങ്ങളിൽ സർക്കാർ എന്ത് സമീപനമാണ് സ്വീകരിക്കാൻ പോകുന്നത്? നേരത്തെ വേണു പറഞ്ഞു ഇവിടെ ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടുമെന്നത് അവർക്ക് കൊടുത്തിട്ടുള്ള ഉറപ്പാണ്. അങ്ങനെ ഒരു ഉറപ്പ് നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ ഹേമ കമ്മിറ്റിയിലെ വിവരങ്ങൾ പുറത്തുവിടരുത് എന്നാവശ്യപ്പെട്ട് രേവതി രഞ്ജിനി കോടതിയെ സമീപിച്ചത്. രഞ്ജിനിക്ക് യഥാർത്ഥത്തിൽ സാധാരണഗതിയിൽ കോടതിയെ സമീപിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു ഉറപ്പാണ് അവരുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടുമെന്നുള്ളത്. എന്നിട്ടും രഞ്ജിനി അതിൽ സംശയം പ്രകടിപ്പിച്ചു പോയത് സർക്കാർ മറിച്ചൊരു തീരുമാനം എടുക്കാനുള്ള സാധ്യതയുണ്ടോ എന്നതിലാണ്. അവിടെ വിവരാവകാശ കമ്മീഷൻ ഇടപെടുന്നു, ഇത്തരം കാര്യങ്ങൾ നൽകിയാൽ മതി എന്ന് പറയുന്നു. അതിൽ കൂടുതൽ കാര്യങ്ങൾ സർക്കാർ വെളിപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് സർക്കാർ കോടതി സീൽ വെച്ച കവറിൽ എല്ലാ വിവരങ്ങളും തരാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതിനകത്തുള്ള അട്രോസിറ്റീസ്, ഇതിനകത്ത് നടത്തുള്ള ക്രിമിനൽ ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇരയുടെ സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ സർക്കാരിന് നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയും. അവിടെ ഒരു കോടതി വിധിയും തടസ്സമാകേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആഷ്മി പറഞ്ഞ പോലെ ഭാഗ്യലക്ഷ്മിയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലുമോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്ത് അഭിപ്രായ പ്രകടനം നടത്തിയാലും അതിന് മുകളിൽ നിൽക്കുന്നതാണ് ഇവരുടെ സാക്ഷ്യങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്നത് ഇനിയിപ്പോ അങ്ങനെ സംശയത്തിന്റെ അടിസ്ഥാനമില്ല. വേണു, ബൈ ഡീഫോൾട്ട് ഇരകളുടെ പേര് സംരക്ഷിക്കണമെന്ന് സുപ്രീം കോടതി നിയമപ്രമാണം ഉള്ളതല്ലേ. ഇപ്പൊ എനിക്ക് തോന്നുന്നു സൂര്യനെല്ലി കേസിലാണെന്ന് തോന്നുന്നു സിബി മാത്യൂസ് എഴുതിയ പുസ്തകത്തിൽ ഇരയുടെ പേരെന്തോ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന വസ്തു പുറത്തു വരുമ്പോൾ കേസെടുക്കുന്നുണ്ട്. ഒരു ന്യായാധിപൻ അവരെ വളരെ മോശമായി ക്യാമറയ്ക്ക് മുന്നിൽ, ചാനൽ ക്യാമറയ്ക്ക് മുന്നിൽ നമ്മളൊക്കെ വലിയ തോതിൽ വളരെ ഗൗരവത്തിൽ കണ്ട ഒരു ന്യായാധിപൻ വളരെ മോശമായി പറഞ്ഞത് വളരെ വലിയ ചർച്ചയാണ്. ഞാൻ പറഞ്ഞത് ഇവരുടെ പേര് വെളിപ്പെടുത്തുന്ന രേഖാപരമായി ഒന്ന് പുറത്തു വരുമ്പോൾ അതിനെതിരെ കേസ് വരുന്നുണ്ട്. ബൈ ഡീഫോൾട്ട് ഇരയുടെ പേര് സംരക്ഷിക്കപ്പെടും, ആ ഇരയുടെ പേര് പുറത്തു വരില്ല. അങ്ങനെ ഒരു ആശങ്കയുടെ അടിസ്ഥാനമില്ല. പിന്നെയും ഇരയുടെ പേര്, ഇരയുടെ സ്വകാര്യത എന്നൊക്കെ പറയുന്നത് ഞാൻ ബലമായി വിശ്വസിക്കുന്നത് അതിന്റെ മറുപക്ഷത്ത് നിൽക്കുന്ന ഈ അട്രോസിറ്റി നടത്തിയവരുടെ പേരുകൾ പുറത്തു വിടാതിരിക്കാനുള്ള അയവാഷാണ് എന്ന് തന്നെയാണ്. തന്നെയല്ല, ഞാൻ പറയട്ടെ, നമ്മുടെ കേരളത്തിലേറെ കൊള്ളിളക്കം ഉണ്ടാക്കിയ ഈ ബലാത്സംഗ കേസുകളിൽ, സ്ത്രീപീഡന കേസുകളിൽ, പെൺവാണിഭ കേസുകളിലൊക്കെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് കോടതിയിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു പ്രധാനപ്പെട്ട കേസിന്റെ അപ്പീൽ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ നമ്മളവിടെ മാധ്യമപ്രവർത്തകരായിരുന്നവരെ മുഴുവൻ കോടതി പുറത്തിറക്കിയിട്ട് നിങ്ങൾ നാളെ മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും റിപ്പോർട്ട് ചെയ്യരുത് എന്ന് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അന്ന് പറഞ്ഞു. എന്നിട്ട്
ഇത് ഫൈനൽ ജഡ്ജ്മെന്റ് ദിവസം നിങ്ങളെ അറിയിക്കും, അന്ന് ജഡ്ജ്മെന്റിന്റെ കോപ്പി മാധ്യമങ്ങൾക്ക് തരാം, അത് മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ആ ഉത്തരവ് നിലനിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആ കോടതിയുടെ ആ കേസിന്റെ വിവരം പറയാൻ കഴിയുന്നത്. ഇവിടെ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി സൂചിപ്പിച്ചതുപോലെ ജുഡീഷ്യൽ ആക്ടിവിസം എന്നൊരു സംഗതിയുണ്ട്. ഇപ്പോൾ നിലവിൽ ഉള്ള ജഡ്ജ്മെന്റുകൾ എങ്ങനെയാണ് ജഡ്ജ്മെന്റുകൾ പുതുതായി വരുന്നത്? ഓരോ കീഴ്വഴക്കങ്ങൾ, പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് കോടതികൾ അതിന് നിലപാട് മാറ്റും. നമുക്കറിയാം, നിർഭയ കേസിന് ശേഷം രാജ്യത്ത് ഈ നിയമങ്ങളിലുണ്ടായ മാറ്റങ്ങൾ, അതിൽ കോടതിക്ക് എവിടെയൊക്കെ ഇടപെടാൻ കഴിയും എന്നത് കൃത്യമാണ്. അപ്പോൾ ഇവിടെ അതിൽ ജസ്റ്റിസ് ഹേമ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ട ക്രൈം സിനിമാ സെറ്റുകളിൽ നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഒരു കോടതികൾക്കും ഒരു നിയമ നടപടികൾക്കും ഞങ്ങൾ വിധേയരല്ല എന്ന് കരുതുന്നവരാണ് സിനിമാ സെറ്റിലുള്ളത്. അവരെ എങ്ങനെയാണ് തിരുത്താൻ കഴിയുക? അവിടെ ഈ അതിജീവിതകൾ, ഇരകൾ, അവരുടെ മൊഴി, അവരുടെ സ്വകാര്യത എന്ന് പറഞ്ഞതുകൊണ്ട് കോടതിക്ക് മാറി നിൽക്കാൻ കഴിയുമോ എന്നെനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഞാൻ കരുതുന്നത് ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെ വലിയ ഇടപെടൽ അവിടെ ഉണ്ടാകും. ഈ ഇരകളുടെ മൊഴി അതൊരു മൊഴിയായി കണക്കിലെടുത്തുകൊണ്ട് ജുഡീഷ്യൽ ആക്ടിവിസം അവിടെ പ്രവർത്തിക്കും. അത് നിയമ നടപടിയിലേക്ക് പോകേണ്ടി വരും. അല്ലാതെ അതിന്മേൽ കോടതിക്ക് ഇപ്പോൾ ഇവിടെ കോടതി കാണിക്കുന്ന ആ ജാഗ്രത സർക്കാർ കാണിക്കുന്നില്ലല്ലോ. ഇപ്പോഴും സർക്കാർ കോൺക്ലേവിനെ പറ്റിയാണ് പറയുന്നത്, സിനിമാ നയത്തെ പറ്റിയാണ് പറയുന്നത്. എന്തുകൊണ്ട് പറയുന്ന ട്രിബ്യൂണലിനെ പറ്റി കോടതി പറയുന്നില്ല? മാത്രം ഇവിടെയുള്ള ഏത് നിയമം, ഇപ്പം ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP ആവട്ടെ, ഏറ്റവും ഒടുവിൽ നിന്ന് ഭാരതീയ ന്യായ സംഹിത ആവട്ടെ, ഏത് നിയമപ്രമാണ പ്രകാരവും ഒരു കൊഗ്രേസബിൾ ഒഫൻസിനെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടിയാൽ പോലീസ് FIR ഇടാൻ ബാധ്യസ്ഥമാണ്. അതിൽ ആ കേസ് നിലനിൽക്കുമോ, ആ FIRലെ പരാതിക്കാരി ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുമോ, അല്ലെങ്കിൽ തെളിവുണ്ടോ, അല്ലെങ്കിൽ വ്യാജമൊഴിയാണോ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ FIRന്റെ തുടരന്വേഷണ വഴികളിൽ പോകേണ്ടതാണെന്ന് ഈ ലളിതകുമാരി കേസിന്റെ വിധിയുടെ അവസാന പാരഗ്രാഫിൽ ഒരു കൺഫ്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ നിൽക്കുമ്പോഴാണ് FIR ഇടാൻ പറ്റില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നതും പിന്നീട് കോടതിയിലേക്ക് പോകുന്നതും. കോടതി ഉറപ്പായും കോടതിക്ക് മുന്നിൽ ഈ നിയമപ്രമാണം ഉള്ളത് കാരണം കർശന നിർദ്ദേശം ഉണ്ടാകും എന്നാണ് കരുതേണ്ടത്. അഡ്വക്കേറ്റ് K. അനിൽകുമാർ, ശ്രീ രാജു P. നായർ എന്നിവർ ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് K. അനിൽകുമാർ, നമ്മൾ പറഞ്ഞു വന്നത് സർക്കാർ ഇനാക്ഷനെ കുറിച്ചാണ് ഈ വിഷയത്തിൽ തുടക്കം മുതൽ. ആ സർക്കാർ ഇനാക്ഷന്റെ സമയത്ത് കോടതിയിലേക്ക് എത്തുന്നു, കോടതി ശക്തമായി ഇടപെടുന്നു, കോടതി ഒരു 2 അംഗ ബെഞ്ച് രൂപീകരിക്കുന്നു. സർക്കാർ കൊടുക്കാത്തത് കോടതി കൊടുക്കും എന്ന് പ്രതീക്ഷിച്ചുകൂടെ ശ്രീ അനിൽകുമാർ? ഒന്ന്, ഇന്ത്യ രാജ്യത്തൊരിക്കലും ഒരു സർക്കാരും ഇപ്പോൾ ഇടപെട്ടതുപോലെ ഇടപെട്ടിട്ടില്ല. അങ്ങനെ ഇടപെട്ട കേരള സർക്കാരിൻ്റെ മാതൃകയിൽ തമിഴ്നാട്ടിലും കർണാടകത്തിലും സിനിമാ മേഖലയിൽ സംവിധാനങ്ങൾ ഉണ്ടാകണം എന്ന് കേരളത്തിനപ്പുറമുള്ള മറ്റിടങ്ങളിലെ സിനിമാ പ്രവർത്തകർ ആഗ്രഹിക്കുകയും അത് വ്യക്തമാക്കുകയും ചെയ്ത വാർത്തകൾ വരുന്നൊരു ദിവസമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സർക്കാർ എന്തോ തെറ്റായി ചെയ്തു എന്ന് മാധ്യമങ്ങൾ ആഖ്യാനം ഉണ്ടാക്കുന്നതിന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് വസ്തുതയുമായി പൊരുത്തപ്പെടുന്നതല്ല. ഹേമ കമ്മിറ്റിയുടെ ഏതെങ്കിലും ഒരു നിഗമനത്തോട് കേരള സർക്കാരിന് വിയോജിപ്പില്ല. ഹേമ കമ്മിറ്റി വെച്ച സാഹചര്യം എല്ലാവർക്കും അറിയാം. കേരള സർക്കാർ ഫലപ്രദമായി ഒരു വിഷയം ഉയർന്നു വന്നപ്പോൾ ഇരയ്ക്കൊപ്പം നിന്ന് അവർ തൻ്റെ ഇടത്തോടുകൂടി തൻ്റെ ഐഡന്റിറ്റിനെ വെളിപ്പെടുത്തിക്കൊണ്ട് യുദ്ധത്തിനിറങ്ങിയപ്പോൾ അവർക്ക് സർവ്വസന്നാഹങ്ങളോട് പിന്തുണ കൊടുത്ത ഒരു സർക്കാരിൻ്റെ ഉറപ്പിൻ്റെ മേലെയാണ് ആ കേസിന് 2 ഘട്ടങ്ങളുണ്ടായിരുന്നു. പ്രത്യക്ഷത്തിൽ നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന പ്രതികളൊരു ഘട്ടം, 2 പ്രത്യക്ഷത്തിൽ ഉണ്ടായിരുന്നില്ലാതിരുന്നതും ഗൂഢാലോചനയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് നമ്മൾ പുറത്തു കൊണ്ടുവന്ന 2ാം ഘട്ടം. ഈ 2ാം ഘട്ടത്തിലും കേരളത്തിലെ ഗവൺമെൻറ് എടുത്ത സ്ത്രീപക്ഷ നിലപാടിൻ്റെ തുടർച്ചയായിട്ടാണ് ഹേമ കമ്മിറ്റി വരുന്നത്. അതുകൊണ്ട് ഹേമ കമ്മിറ്റിയോടോ കമ്മിറ്റി വരുന്ന ഏതെങ്കിലും നിർദ്ദേശങ്ങളോടോ സർക്കാരിന് വിപ്രതിപത്തി ഉണ്ടാകേണ്ട കാര്യമില്ല. ഒരു സംശയം കമ്മീഷൻ ആക്കാതെ കമ്മിറ്റി ആക്കിയത് എന്തുകൊണ്ട്? ഈ കമ്മീഷൻ ആയിരുന്നുവെങ്കിൽ പിന്നെ അതിന്റെ തുടർ നടപടികൾ വേണ്ടിവരും. അത് നിയമസഭയിൽ വെക്കണം, ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് സഹിതം. അങ്ങനെ അല്ലാതെ ആദ്യമേ തന്നെ ഈ മുൻകരുതൽ സർക്കാർ എടുത്തതാരെ സംരക്ഷിക്കാൻ? ബഹുമാനപ്പെട്ട വേണു പറഞ്ഞ വളരെ ശരിയായ പോയിന്റാണ്. നമ്മൾ കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ടിൻ്റെ 3ാം വകുപ്പ് പ്രകാരം ഈ ഹേമ കമ്മിറ്റിയും ഒരു കമ്മീഷനായിരുന്നെങ്കിലുള്ള ഫലം എന്താണ്? നമ്മുടെ മുമ്പിൽ അതിനു മുമ്പൊരു സൂചികയുണ്ട്. സോളാറുമായി ബന്ധപ്പെട്ട ഒരു കമ്മീഷൻ വന്നു. ആ കമ്മീഷന് മുമ്പാകെ ഇരയായ ആൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ആ സ്റ്റേറ്റ്മെൻറ്റ് അടിസ്ഥാനത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ അവരുടെ പ്രസ്താവനകൾ ചേർത്തുകൊണ്ട് റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടിൻ്റെ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടുമായി മുഖ്യമന്ത്രി നിയമസഭയിലെത്തി. അപ്പോൾ എന്താണോ സോളാർ കമ്മീഷൻ പറയുന്ന ലൈംഗികമായ ദുരുപയോഗത്തിൻ്റെ ആരോപണം, ആ ആരോപണത്തെ അംഗീകരിച്ചുകൊണ്ട് എല്ലാവരുടെ പേരിലും FIR എടുത്തു. എന്തായിരുന്നു കേരള ഹൈക്കോടതിയുടെ വിധി? ആ വിധി പറയുന്നത് ഇപ്രകാരം പരാതിക്കാരിയാണെങ്കിൽ അവർക്ക് നിയമ സംവിധാനത്തിൽ നിന്നും മാറി നിൽക്കേണ്ട ഒരിടത്താവളമല്ല ഇത്തരം കമ്മീഷനുകൾ. കമ്മീഷനുകൾ വസ്തുതാന്വേഷണങ്ങളാണ്. ടു പുട്ട് ദി ലോ ഇൻ മോഷൻ, അതാണ് ആ കോടതി വിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സത്ത. ഉമ്മൻചാണ്ടി കേസ്, ടു പുട്ട് ദി ലോ ഇൻ മോഷൻ, നിയമത്തെ അതിൻ്റെ വഴിക്ക് ചലിപ്പിക്കുന്നതിന്
ആരാണോ നിയമവ്യവസ്ഥയിൽ പരാതിക്കിരയാക്കപ്പെട്ടത് അവർക്ക് ആ ജുഡീഷ്യൽ സംവിധാനത്തിൽ പോയി മൊഴി കൊടുക്കാം. മൊഴി കൊടുക്കുന്ന ആൾക്ക് എന്തുകൊണ്ടൊരു കോടതിയിൽ പോയി കൂടാ? അതുകൊണ്ട് അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അവർ നിയമപരമായി പരാതിപ്പെട്ടേ മതിയാകൂ. അതുകൊണ്ട് സോളാർ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഒരു ഇടനിലക്കാരനായി പ്രവർത്തിക്കേണ്ടതില്ല. സർക്കാർ അക്കാര്യത്തിൽ ആ നിലയ്ക്ക് മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് FIR റദ്ദാക്കിയപ്പോൾ എന്താണ് ബഹുമാനപ്പെട്ട വേണു പറയുന്നത്? കമ്മിറ്റിയേക്കാൾ കമ്മീഷൻ വന്നിരുന്നെങ്കിൽ സോളാർ കമ്മീഷന്റെ വിധി, ഉമ്മൻചാണ്ടി കേസിലെ വിധി ബാധകമാണ്. ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഹേമ കമ്മിറ്റി ഇപ്രകാരം ഒരു കാര്യം അന്വേഷിക്കാൻ വെച്ചിട്ട് പത്രപരസ്യം കൊടുത്തു. ആ പത്രപരസ്യത്തിൽ പറയുന്നത് സിനിമാ മേഖലയിൽ തെറ്റായ പല കാര്യങ്ങളും നടക്കുന്നു. ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ദയവായി വന്ന് ഞങ്ങളോട് പറയണം. ഒരാളും വരാൻ തയ്യാറായില്ല. അതിനുശേഷമാണ് ഇപ്പോൾ ധാരാളം വെളിപ്പെടുത്തലുകൾക്ക് വന്നു, പക്ഷെ അവരും തയ്യാറായില്ല. അതിനുശേഷമാണ് ആ കമ്മിറ്റി തന്നെ സിനിമാ മേഖലയിലുള്ള സിനിമാ പ്രവർത്തകരായ വനിതാ പ്രവർത്തകരെ അങ്ങോട്ട് വിളിക്കുന്നു. എന്നിട്ട് നിങ്ങൾക്കുള്ള അറിവുകൾ പങ്കിടണമെന്ന് പറഞ്ഞു. അവർ അവരുടെ ഇൻഫർമേഷൻ പങ്കിട്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു നിയമപരമായ നടപടിക്രമങ്ങളിലേക്ക് പോകാൻ തങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല എന്ന കണ്ടീഷനിലാണ് അവർ ആ വസ്തുത. അവർ നൽകിയ മൊഴികൾ ഈ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടില്ല. ശരി, ഞങ്ങളിലേക്ക് എത്താം. ശ്രീ രാജു പി നായർ, നമുക്ക് രണ്ടാഴ്ച കഴിഞ്ഞാലും ഹാഷ്മി ഒരു വാക്ക് നമ്മളെല്ലാം ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ട് നിൽക്കണം. അപ്പൊ നിയമം എന്താന്നല്ലേ ഞാൻ പറഞ്ഞത്. അല്ല സർ, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP വിധി പ്രകാരവും ഏറ്റവും ഒടുവിലെ BNSS എന്ന് പറഞ്ഞാൽ ഭാരതീയ ന്യായ സംഹിതയുടെ ഞാൻ താങ്കൾ വായിച്ചു കേൾപ്പിക്കേണ്ട അല്ലെങ്കിൽ കൂടിയും 176 വകുപ്പ് പ്രകാരം if from information or otherwise an officer in charge of a police station has to suspect commission of an offence which he is empowered under section 175 to investigate, he shall forthwith send a report of the same day magistrate empowered എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊഗ്നൈസബിൾ ഒഫൻസിന് ഇൻഫർമേഷൻ കിട്ടിയാൽ FIR ഇടാൻ മാൻഡേറ്ററി ആണ് ശ്രീകുമാർ. അത് ഈ ഭാരതീയ ന്യായ സംഹിത പ്രകാരവും ലളിതകുമാരി കേസ് സ്റ്റേറ്റ് ഓഫ് UP പ്രകാരവും അതിനകത്ത് യാതൊരു കൺഫ്യൂഷൻ അടിസ്ഥാനമില്ല. എന്താണ് ഹാഷ്മിക്ക് തെറ്റിയ എന്താന്ന് വെച്ചാൽ ഈ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി കൊടുക്കാനുള്ള ആളുകൾ അവര് ഇന്നയാള് ഇന്നിടത്ത് വെച്ച് ഇന്നയാളെ പീഡിപ്പിച്ചു എന്നല്ല പറയുന്നത്. ആ സിനിമാ മേഖലയിലുള്ള ഇത്തരം സംഭവങ്ങളെ കുറിച്ചാണ് വിവരിക്കുന്നത്. എന്ന് എവിടെ വെച്ച് എപ്പോൾ നടന്നു, ആരാണ് പ്രതിയാക്കപ്പെടുന്നത്, അത് പ്രസക്തമല്ല സർ. ദയവായി മനസ്സിലാക്കൂ. അത് പ്രസക്തമല്ല. ഇന്ന കാര്യം ഇന്ന ആര് അല്ല. കേസ് പറഞ്ഞു, ലളിതകുമാരി കേസ് പറഞ്ഞു. ഈ ലളിതകുമാരി കേസ് പറഞ്ഞു. ലളിതകുമാരി കേസ് ഈ കേസുമായിട്ട് ഒരു ബന്ധവുമില്ല. അതിനെന്താ കാരണം എന്താണെന്ന് വെച്ചാൽ ലളിതകുമാരി കേസ് പരിശോധിച്ചത് ക്വിക്ക് വെരിഫിക്കേഷൻ ആവശ്യമുണ്ടോ, QV ആവശ്യമുണ്ടോ? അതിന് മുമ്പുള്ള സാഹചര്യങ്ങളിൽ 41 ദിവസം വരെ QVക്ക് റൈറ്റ് ഉണ്ടായിരുന്നു. ആ QV ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിന് പ്രൈമ ഫസി ഒരു ക്രിമിനൽ കുറ്റമുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ അപ്പോൾ FIRലേക്ക് പോകണം, ക്യൂവിലേക്ക് നിങ്ങൾ പോകേണ്ടതില്ല എന്ന് പറയുന്നതും ഹേമ കമ്മിറ്റിയുമായി ഒരു ബന്ധവുമില്ല. ഒരു കാര്യം വ്യക്തത വരുത്താനാണ് സോറി ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ വ്യാഖ്യാനിക്കല്ലേ ശ്രീകുമാർ. അങ്ങനെ നമ്മുടെ താല്പര്യപ്രകാരം വായിക്കാം, നമ്മുടെ താല്പര്യപ്രകാരം വ്യാഖ്യാനിക്കാൻ പറ്റുമോ? 54 പ്രകാരം വായിക്കാൻ പറ്റുമോ? ഞാൻ വായിക്കാം. ലളിതകുമാരി കേസ് നിൽക്കുമ്പോൾ 154 ആണ്, ഞാൻ വായിക്കാം. 154 ആണ്, 153 ആണ്. ഞാൻ വായിക്കാം. ഫസ്റ്റ് ഇൻഫർമേഷൻ ആണ് 154. ഞാൻ വായിക്കാം. ഞാൻ വായിക്കാം. അത് വായിക്കണം. കേട്ടു നോക്കൂ. Therefore, in view of various counterclaims regarding registration or non-registration, what is necessary is only that the information given to the police must disclose the commission of a cognizable offence. In such a situation, registration of an FIR is mandatory. However, if no cognizable offence is made out of the information given, then the FIR need not to be registered immediately and perhaps the police can conduct a sort of preliminary verification or എന്ന് പറഞ്ഞു പോവാണ്. അതിന്റെ ഏറ്റവും കൂടുതൽ പറഞ്ഞു നിർത്തുന്നത് എന്താണ്? FIR ഇടൽ നിർബന്ധമാണ്. FIR ഇടലിന്റെ തുടർവഴികളിലാണ് താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പരിശോധിക്കണമെന്ന് പറയാണ്. ഞാൻ പറഞ്ഞതാണ് ഹാഷ്മി പറയുന്നത്. എന്താണ്? ഞാൻ പറഞ്ഞത് തന്നെയാണ് ഹാഷ്മി പറയുന്നത്. ഹാഷ്മി വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞേ ജയിച്ചു. എന്താണെന്നറിയോ? ഹാഷ്മി വായിച്ചപ്പോൾ കൃത്യമായ കാര്യമാണ്. ഒരു നോൺ കോഗ്നൈസബിൾ ഒഫൻസ് പോലീസിന് മുമ്പാകെ വെളിപ്പെടുത്തപ്പെട്ടാൽ
പിന്നീട് അതിൻ്റെ പിന്നാലെ ഒരു അന്വേഷണത്തിന് പോകേണ്ടതില്ല, അപ്പം തന്നെ FIR എടുക്കണം. ഇവിടെ പോലീസിന് മുന്നിൽ പോകാനോ അവിടെ വെളിപ്പെടുത്താനോ താല്പര്യമില്ലാത്തവർ അല്ല, അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പോലീസിലേക്ക് നേരിട്ട് പോകണമെന്ന് ഇവിടെ ഇതിൽ പറയുന്നില്ല. താങ്കൾക്ക് ഇത് അറിയാത്തതല്ല, താങ്കൾക്ക് ഇത് അറിയാത്തതല്ല. പോലീസിലേക്ക് നേരിട്ട് പരാതിക്കാർ പോകണമെന്ന്, പോലീസിലേക്ക് നേരിട്ട് ഈ പരാതിക്കാർ പോകണം എന്നിവിടെയും പറയുന്നില്ല. പോലീസിന് ഇൻഫർമേഷൻ കിട്ടണം. ഹേമ കമ്മിറ്റി പറയുന്നത് അല്ല, ഞാൻ പറഞ്ഞത് പോലീസിലേക്ക് പരാതിക്കാർ മുന്നോട്ടേക്ക് പോകേണ്ടതില്ല. പോലീസിന് ഇൻഫർമേഷൻ കിട്ടിയാൽ മതി. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് DGPക്ക് മുന്നിലേക്ക് പോയതാണ് ഓൾറെഡി. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ബെഹ്റയ്ക്ക് മുന്നിലേക്ക് ഓൾറെഡി പോയതാണ് അല്ലേ? ദയവായി കേൾക്കൂ. അതിനിടയിൽ ഒരു വിവരം കൂടി ഉണ്ട്. മുകേഷിനും ഇടവേള ബാബുവിനും മുൻകൂർ ജാമ്യം കോടതി കൊടുത്തു എന്ന വിവരം കൂടി ഇതിനെ കൂടെ ചേർത്ത് വയ്ക്കാവുന്നതാണ്. അല്ല ശ്രീ അനിൽകുമാർ, ഒറ്റ കാര്യം, അതായത് ഇപ്പോൾ ഈ കുറ്റകൃത്യങ്ങൾക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന കുറ്റകൃത്യങ്ങളിൽ സർക്കാർ നടപടി സ്വീകരിക്കുന്നതിന് എന്താണ് തടസ്സം? അല്ല, എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? അല്ല, ഒന്നും ചെയ്യുന്നില്ല. അല്ല, എന്താ തടസ്സം? SIT ഇത് പരിശോധിക്കുന്നില്ല. 4 ആൾ കൂടി ഒരുമിച്ച് ചോദിച്ചാൽ ഞാൻ മറുപടി പറയേണ്ടതാണ്, ഞാൻ തന്നെ മറുപടി പറയും. ദയവായി എന്നോടാണെങ്കിൽ ഞാൻ ഐ വിൽ ആൻസർ. എന്നോടാണോ ചോദ്യം? അതെ, ഈ SIT ഇതിൽ നടപടി സ്വീകരിക്കുന്നില്ല, സർക്കാർ എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നുണ്ടോ അതാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ഗവൺമെന്റിന്റെ സ്റ്റാൻഡ്, എന്താണ് ഇക്കാര്യത്തിൽ? ഇതിലെ ക്രിമിനൽ ആക്ടിവിറ്റീസ്, ഇതിലൊരു ക്രൈം ഉണ്ടല്ലോ, ആ ക്രൈമിനെ പറ്റി ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ടല്ലോ, FIR രജിസ്റ്റർ ചെയ്യേണ്ടതാണെന്ന് പറയുന്നുണ്ടല്ലോ. അതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല സർക്കാരിനെന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അവിടെ വസ്തുതാപരമായ വിവരങ്ങൾ ധരിപ്പിച്ച ഒരാൾ പോലും തങ്ങളുടെ ജീവിത പശ്ചാത്തലം വെച്ച് ഒരു നിയമ നടപടിക്കും അവർ തയ്യാറല്ല. ആ കമ്മിറ്റിയെ സഹായിക്കുന്നതിന് വേണ്ടി ചില വസ്തുതകൾ അറിയിക്കുന്നതിനപ്പുറത്തേക്ക് തങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മുന്നിൽ മൊഴി കൊടുക്കാനോ ഇപ്പോൾ ഉയർന്നു വന്ന വിഷയങ്ങളിൽ 164 പ്രകാരം മജിസ്ട്രേറ്റ് മൊഴി കൊടുക്കാനോ ഞങ്ങളെ കിട്ടില്ല. ഹേമ കമ്മിറ്റിക്ക് വിവരങ്ങൾ ഞങ്ങൾ കൈമാറാൻ തയ്യാറാണ്. ഇത്രയുമാണ് അവരെടുത്ത നിലപാട്. ആ നിലപാടായതുകൊണ്ട് അത്രയും വിവരങ്ങൾ പുറത്തു വന്നു. വിവരങ്ങൾ പുറത്തു വന്നു. ഹേമ കമ്മിറ്റി ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും വിവരം പുറത്തു വരില്ലായിരുന്നു. അല്ല, ശ്രീ കെ അനിൽകുമാർ, എന്തുകൊണ്ടാണ്? അവരുടെ തീരുമാനമാണ്, വ്യക്തിപരമായ തീരുമാനമാണ്. അതെന്തുകൊണ്ടാണ്? അത് ഹേമ പറയുന്നുണ്ട്. ഹേമ പറയുന്നുണ്ട് മെനി വിറ്റ്നസ് സ്റ്റേറ്റഡ് ബിഫോർ ദ കമ്മിറ്റി ദാറ്റ് എന്ന് പറഞ്ഞാൽ ഈ കെ അനിൽകുമാർ, ഇത് പോലീസിലേക്ക് പോയാൽ ഈ പറയുന്ന വേട്ടപ്പട എന്നെയും എന്റെ കുടുംബത്തെയും കൊന്നുകളയും എന്ന് പേടിച്ചിട്ടാണ് സാർ പോലീസിലോട്ട് പോകാത്തത്. അവർക്ക് ആ സുരക്ഷിതത്വം ഇല്ലായ്മ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? സ്റ്റേറ്റിന്റെ കഴിവുകേടാണ് അല്ലേ? അവർക്ക് പേടി ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? സംസ്ഥാനത്തിന്റെ സംവിധാനത്തിന്റെ കഴിവുകേടാണ് അല്ലേ? ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വേട്ടപ്പട എന്ന് പറഞ്ഞാൽ വേട്ടപ്പടയിൽ മാധ്യമങ്ങൾ വരും. വേട്ടപ്പടയിൽ വേറെ സിനിമാ പ്രവർത്തകർ മാത്രമാണോ? അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞ വേട്ടയെ പറ്റി പറയുമ്പോഴേക്കും താങ്കൾക്ക് പൊള്ളേണ്ട കാര്യം എന്താണ്? അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഹേമ കമ്മിറ്റിയിൽ പറയുന്ന ഈ പവർ ഗ്രൂപ്പിനെ പറ്റി, അതിൽ പറയുന്ന സെക്ഷൽ അസോൾട്ട് നടത്തിയ വേട്ടപ്പടയെ പറ്റി പറയുമ്പോൾ അങ്ങേക്ക് പെട്ടെന്ന് പൊള്ളുകയും മാധ്യമപ്രവർത്തകരെ ആ കൂട്ടത്തിൽ കയറ്റുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് പ്രശ്നം. ഈ ആറ്റിറ്റ്യൂഡ് പ്രശ്നമാണ് ശ്രീ കെ അനിൽകുമാർ. എന്തിനാണ് അങ്ങനെ ഡിഫൻസിൽ നിൽക്കുന്നത് നിങ്ങൾ? അല്ലല്ല, ഹാഷ്മിക്ക് വല്ലാണ്ടൊരു വിഷമം പറ്റി. എന്താ അറിയോ, എനിക്ക് പൊള്ളി എന്നാ പറയണത്. ഞാൻ പറയുന്നത് ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ സംഭവത്തിന്റെ റിപ്പോർട്ടിങ് എങ്ങനെയാണ് നടക്കുന്നത് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം. വേട്ടപ്പട എന്ന് പറഞ്ഞാൽ സിനിമാ മേഖലയിലെ വേട്ടപ്പടയാണോ? സിനിമാ മേഖലയിലെ വേട്ടപ്പട ഉണ്ടല്ലോ. ഹേമ കമ്മിറ്റി പറഞ്ഞ സിനിമാ മേഖലയിലെ വേട്ടപ്പടയെ പറ്റിയാ വന്നത്. കേരള സർക്കാരല്ലേ സാറാ വേട്ടപ്പടയെ പറ്റി ഹേമ കമ്മിറ്റി പറഞ്ഞ സിനിമാ മേഖലയിലെ വേട്ടപ്പടയെ പറ്റിയാ? സംശയക്കാര്യത്തില്ലല്ലോ. അതിലാണ് കേരള സർക്കാരിന്റെ നിലപാട്. ഏതെങ്കിലും ഒരാൾ നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയുടെ ഭാഗമായി നിയമ നടപടിയെ സഹായിക്കാൻ മുന്നോട്ട് വന്നാൽ അവർക്കൊപ്പം സർക്കാർ അതിനായിട്ട് 6-7 പേരടങ്ങുന്ന ഒരു അന്വേഷണ സംഘത്തെ വെച്ചു. അന്വേഷണ സംഘം പോയി ബന്ധപ്പെടുന്നു, ധാരാളം FIR-കൾ വരുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്ത, മുകേഷിനെതിരായ പീഡന കേസിൽ ഇടവേള ബാബുവിനും മുകേഷിനും മുൻകൂർ ജാമ്യം എന്നൊരു വാർത്ത വരുന്നുണ്ട്. വെൽക്കം പ്രേക്ഷകർ, ഇപ്പോൾ വരുന്നൊരു വാർത്ത, മോൺസൺ മാവുങ്കൽ കേസുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായിരുന്ന IG ഗുഗുലോത്ത് ലക്ഷ്മൺ തിരിച്ചെടുത്തു. പുതിയ നിയമനം പെട്ടെന്ന് നൽകി. ട്രെയിനിങ് ഏജ് ആയിട്ടാണ് നിയമനം. ശ്രീ രാജു പി നായർ, ഇവിടെ ഈ SIT എന്ന് പറയുന്ന ഈ വനിതാ IPS ഉദ്യോഗസ്ഥരോട് ഒരു സംവിധാനം ഉണ്ടാക്കി. അതിനാദ്യം സ്പർജൻ കുമാർ നേതൃത്വം കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നീട് ആദ്യമേ കൺഫ്യൂഷനായിരുന്നു. രാജീവ് പി നായർ 11 ദിവസമായി ഇതുവരെ അതിന് ലീഗൽ സാങ്ക്ടിറ്റി നൽകേണ്ട സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടില്ല. മുൻ MLA ജോസഫ് പുതുശ്ശേരി ഇന്ന് മ്യൂസിയം സ്റ്റേഷനിലേക്ക് ഒരു പരാതിയുമായി പോകുന്നു. ഈ ഹേമ കമ്മിറ്റിയിൽ കേസെടുക്കണം. അവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിമൽ പറയുന്നത്, സാറേ ഈ FIR സ്വീകരിക്കരുതെന്നാണ്, അല്ലെങ്കിൽ FIR സ്വീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല.
DGPക്ക് പരാതി കൊടുക്കുന്നു, DGP മിണ്ടുന്നില്ല. ലാസ്റ്റ് റിട്ട് ഹർജി ഫയൽ ചെയ്യുന്നു ജോസഫ് പുതുശ്ശേരി. നമ്മൾ കുറച്ചുനാൾ PV അൻവർ വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യാപൃതരാകുമ്പോഴും ഇത്തരത്തിൽ ഒരു കേസ് എങ്ങനെ എടുക്കാതിരിക്കാം എന്ന ഗവേഷണം നടക്കുന്നുണ്ട് കേട്ടോ പിന്നണിയിൽ. രാജു പി നായർ. ഹാഷ്മി, ആദ്യമായിട്ട് ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു സന്തോഷം ഞാൻ പങ്കുവെക്കട്ടെ. നമ്മൾ എല്ലാ ദിവസവും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സുഹൃത്തുക്കൾ കുറച്ച് ദിവസം കാണാതെ ഇരിക്കുകയും പിന്നെ തിരിച്ചു വരികയും ചെയ്യുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട്. ഈ ഹേമ കമ്മിറ്റിയുടെ മുകേഷിൻ്റെ പേര് വന്നതിന് ശേഷവും അതുപോലെ തന്നെ PV അൻവർ വന്നതിന് ശേഷവും നമ്മൾ സ്ഥിരം സംസാരിക്കുന്ന അനിൽകുമാറിനെ പോലെയുള്ള സുഹൃത്തുക്കളെ കാണാത്തതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു. അദ്ദേഹം തിരിച്ച് വന്നതിലുള്ള സന്തോഷം ഞാൻ പങ്കുവെക്കുകയാണ്. പ്രേക്ഷകർക്കും ആ സന്തോഷം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴെങ്കിലും സംസാരിക്കാനായിട്ട് CPM സാധിച്ചല്ലോ എന്നുള്ളതിൽ ഉള്ള സന്തോഷവും ഞാൻ പങ്കുവെക്കുകയാണ്. നോക്കൂ, ഇവിടെ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഇവിടെ വേണു ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ട് ഇതിനെ കമ്മീഷൻ ഓഫ് ആക്ട്സിൻ്റെ പരിധിയിൽ ഇത് കൊണ്ടുവന്നില്ല, കമ്മീഷൻ ഓഫ് ഇൻക്വയറി ആക്ട്സിൻ്റെ കീഴിൽ ഇതിനെ കൊണ്ടുവന്നില്ല എന്നുള്ളത്. നോക്കൂ, എന്തായിരുന്നു ഈ സംഭവത്തിൻ്റെ എല്ലാം അടിസ്ഥാനം? 2017 നമ്മുടെ ഒരു നടി കൊച്ചി നഗരത്തിൽ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളും കുറച്ച് മഹിളകൾ അല്ലെങ്കിൽ വനിതകൾ ഇതിനകത്തുള്ള സിനിമയിലുള്ളവർ ആർജവത്തോടു കൂടി ഇതിനകത്തുള്ള പുരുഷാധിപത്യത്തിനെതിരെയും ഇതിനകത്ത് നടക്കുന്ന ദുഷ്ചെയ്തികൾക്കെതിരെയും ശബ്ദമുയർത്തിയതിൻ്റെ ഫലമായിട്ട് ഉണ്ടാക്കിയ ഒരു കമ്മീഷനാണ്, ഒരു കമ്മിറ്റിയാണ്. നമ്മൾ അതിന് കമ്മീഷൻ്റെ ഒരു നിയമപരിരക്ഷ ഇല്ല എന്നുള്ളത് അറിയുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോഴാണ്. ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിച്ചത് ഇവർ ആ വാദം ഉയർത്തിയതിനെ ചെയ്യുമ്പോഴാണ്. അവിടെ മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ അട്ടിമറിയുടെ പരമ്പരയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം സോളാർ കമ്മീഷൻ്റെ കാര്യം പറഞ്ഞു. എന്തായിരുന്നു സോളാർ കമ്മീഷന് അതിനകത്ത് പറഞ്ഞ ആൾക്കാർക്കെതിരെ എല്ലാം നടപടിയെടുത്തു. അദ്ദേഹം പിന്നെ കോടതിയിൽ പോയ കാര്യങ്ങളായിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു? ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ ഇല്ലാത്ത ഒന്നായിരുന്നു ലൈംഗികാരോപണം. ആ പരാതിക്കാരിയുടെ കത്ത് അതിനകത്ത് ഉൾപ്പെടുത്തിയതിനെതിരെ ഹൈക്കോടതി അതിൽ നിന്ന് എക്സ്പെൻഡ് ചെയ്യുകയും അതൊരു കാരണവശാലും പ്രസിദ്ധീകരിക്കരുതെന്നുള്ളതും സർക്കാരിന് ഉത്തരവ് നൽകുകയും ചെയ്തു. അപ്പോൾ ടേംസ് ഓഫ് റെഫറൻസിന് പുറത്തു പോയിട്ട് നടത്തിയ ചില പരാമർശങ്ങൾ, ആ പരാമർശങ്ങളുടെ പേരിൽ FIR ഇടാൻ വരെ സർക്കാർ തയ്യാറായിരുന്നു. ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കമ്മിറ്റിയുടെ ആണെങ്കിൽ പോലും കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് കോഗ്നിസബിൾ ഒഫൻസ് ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ തന്നെ കോഗ്നിസബിൾ ഒഫൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കോഗ്നിസബിൾ ഒഫൻസിന്റെ ഇൻഫർമേഷൻ കിട്ടിയാൽ അത് കേസ് രജിസ്റ്റർ ചെയ്യണം. അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ സെക്ഷൻ CRPC 154 അതുപോലെ തന്നെ അതിൻ്റെ മറ്റു വിധികളുമെല്ലാം നമ്മൾ കുറെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അതിലൊന്നും കേസ് രജിസ്റ്റർ ചെയ്യാതിരിക്കാനുള്ള കാരണമാണ് സൂചിപ്പിച്ചത്. ദൗർഭാഗ്യം എന്ന് എന്താ പറയുക, ഇടതുപക്ഷം എന്ന് വിളിക്കുന്നവരുണ്ടല്ലോ സ്വയം, മറ്റേ വിമൽകുമാർ, ഞാൻ എന്നെ വിമൽകുമാർ എന്നാണ് വിളിക്കുന്നത് എന്ന് ഒരു സിനിമയിൽ പറയുന്ന പോലെ, ഈ ഇടതുപക്ഷം എന്ന് വിളിക്കുന്നവർ സ്ത്രീകളുടെ ഏറ്റവും വലിയ ദൗർബല്യം അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മുടെ ഒരു ആണത്ത അധികാര ലോകത്ത് ഉള്ള ഏറ്റവും വലിയ പ്രശ്നം, ആ പ്രശ്നത്തെ ഉയർത്തി സ്ത്രീകളുടെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നുള്ള എന്തായിരുന്നു 2013 സ്ത്രീയുടെ ഒരു മൊഴിക്ക് ലീഗൽ വാലിഡിറ്റി കൊടുത്തുകൊണ്ട് ഒരു നിയമനിർമ്മാണം നടന്നതിനായിരുന്നു. സ്ത്രീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലൈംഗികാതിക്രമം അല്ലെങ്കിൽ അവൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ, ആ സ്ത്രീക്ക് പുറത്തു പറയാൻ കഴിയാത്ത ഒരു സാമൂഹിക ചുറ്റുപാട് നമ്മുടെ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഉണ്ട് എന്നുള്ളതായിരുന്നു അതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. എന്തുകൊണ്ട് അവൾ വർഷങ്ങൾക്ക് ശേഷം ഇത് പറയുന്നു? എന്തുകൊണ്ട് അവൾ അപ്പോൾ പറഞ്ഞില്ല? എന്തുകൊണ്ട് അവൾ പ്രതികരിച്ചില്ല? എന്നെല്ലാം ചോദിക്കുന്ന പാട്രിയാർക്കൽ മൈൻഡ് സെറ്റ് ഉണ്ട്. ആ മൈൻഡ് സെറ്റിനെ തകർക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് നേതൃത്വത്തിലുണ്ടായ UPA ഗവൺമെന്റ് 2013 ആ നിയമം കൊണ്ടുവന്നത്. നിർഭയയ്ക്ക് ശേഷമാണ്. കാരണം അവൾ പറയുന്നതിന്, അവൾ ഒട്ടേറെ അവളുടെ കുടുംബത്തിൽ, സമൂഹത്തിൽ, വ്യക്തിപരമായി ഉണ്ടാവുന്ന ഒട്ടേറെ വലിയ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് അവൾ ആ ധൈര്യം സംഭരിപ്പിക്കുന്നത്. ധൈര്യം സംഭരിക്കുന്നതിന് വർഷങ്ങൾ ചിലപ്പോൾ വേണ്ടിവരും. നമ്മുടെ ഒരു ഗായിക ഉണ്ടായിരുന്നല്ലോ, ആ പാട്ട് ഒട്ടേറെ വിമർശിക്കപ്പെട്ടു. പക്ഷെ 8 വയസ്സിൽ താൻ അങ്ങനെയുള്ള ലൈംഗിക അതിക്രമത്തിന് ഇരയായേണ്ടി വന്നു എന്നുള്ളത് എല്ലാ പ്രിവിലേജും അനുഭവിക്കുന്ന ഒരു സ്ത്രീക്ക് പോലും പുറത്തു വന്ന് പറയാൻ വർഷങ്ങളെടുത്തു. കാരണം അത് പലപ്പോഴും കുടുംബത്തിനകത്താണ്, അല്ലെങ്കിൽ ഇതിന്റെ അറ്റാക്കർ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന് ചുറ്റുപാടുമുണ്ട്, അധികാര കേന്ദ്രങ്ങളാണ്. അങ്ങനെയുള്ള സ്ത്രീക്ക് കൊടുക്കുന്ന പരിരക്ഷയെ ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷം എന്ന് വിളിക്കുന്നവർ, ഒരിക്കലും ഇവരെ ഇടതുപക്ഷം എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറയുന്ന കാര്യമാണ്, അത് ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീയുടെ അവകാശങ്ങളെ ഇല്ലാതെയാക്കുക. അല്ലെ? ഈ നോക്കൂ, ഇപ്പോഴും പറയുന്നത് എന്താ,
ഇവരെന്തുകൊണ്ട് പോലീസിന് മുൻപിൽ പോയി പരാതി കൊടുക്കുന്നില്ല? ഞാൻ ചോദിക്കട്ടെ, ഒരു ജസ്റ്റിസ് ഹേമയുടെ മുമ്പിൽ വന്നിട്ട് ഈ പരാതികളും അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ ആഷ്മി? ഇതിനകത്ത് ഡിജിറ്റൽ എവിഡൻസ് ഉൾപ്പെടെ ഉണ്ട്, വാട്സാപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ട് ഉണ്ട്, ഓഡിയോ മെസ്സേജുകളുണ്ട്, വീഡിയോ ക്ലിപ്പുകളുണ്ടോ എനിക്ക് അങ്ങനെ കേൾക്കുന്നുണ്ട്. എന്താണെങ്കിലും അത്തരത്തിലുള്ള എല്ലാ എവിഡൻസും ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നത്. ശരിയാണ്. ഇനിയിപ്പോൾ അക്കാര്യത്തിൽ ഒരുപക്ഷെ തീരുമാനമെടുക്കാൻ കഴിയുക ഇനി ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണമായിരിക്കും. അതിനപ്പുറത്തേക്ക് അതിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അതിന്റെ കണ്ടന്റിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ശ്രീ സജി നന്ദിയാട്ട്, താങ്കൾ തുടർച്ചയായി അല്ലെങ്കിൽ താങ്കളും താങ്കളുടെ സംഘടനയും തുടർച്ചയായി ഈ റിപ്പോർട്ടിനെ അല്ലെങ്കിൽ അതിനോടൊരു പ്രതിലോമകരമെന്ന് വേണമെങ്കിൽ പറയാവുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ വ്യാജ ആരോപണങ്ങൾ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ സംഘടന തലത്തിൽ, അല്ലെങ്കിൽ ആ നിലയിലുള്ള ചില പ്രതികരണങ്ങൾ ഇന്നും കാണുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇതിൽ കോടതി നടത്തുന്ന ഇടപെടൽ ഇപ്പോൾ സർക്കാർ ആ നിലയിൽ ജാഗ്രത കാണിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൽ രണ്ടഭിപ്രായമുണ്ട്. കോടതി കാണിക്കുന്ന ഈ ജാഗ്രത ഒരു സിനിമാ പ്രവർത്തകൻ, ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് ഒരു ശരിയായ ദിശയിലാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ആദ്യമേ ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നതെല്ലാം വ്യക്തിപരമാണ്. പിന്നെ വളരെ 4 പേരാണ്, 4 പുലികളാണ് ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. നമ്മളെ വേണുവിനെ പോലെ പരിചയപ്പെടുത്തുന്ന ആൾക്കാരും ആഷ്മിയൊക്കെ ഉണ്ട്. ഞാൻ 2 ആഴ്ച മുമ്പ് ഞാനൊരു പ്രസ്താവന നടത്തിയിരുന്നു. അപ്പോൾ കുറച്ച് പേർക്ക് ഇങ്ങനെ ഹാലിളകി ഞാൻ എന്തോ മോശപ്പെട്ട കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അതിന്റെ തെളിവുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് നിവിൻ പോളിയുടെ കേസ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പൊളിഞ്ഞ് അടുങ്ങി. ഇപ്പൊ വിനീത് ശ്രീനിവാസന്റെ പ്രസ്താവനയോട് വന്നപ്പോൾ പൊളിഞ്ഞ് അടുങ്ങി. ഇപ്പൊ രാജു പി നായർ പറഞ്ഞ സ്ത്രീകൾക്ക് പരിരക്ഷ വേണം. ആ പരിരക്ഷ മറ്റുള്ളവരെ ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല. അവിടെയാണ് നമ്മുടെ പ്രശ്നം. അല്ല, നമ്മൾ സ്ത്രീവിരുദ്ധരൊന്നുമല്ല. ഇപ്പൊ എന്നോട് പറഞ്ഞത് നമ്മളെല്ലാം പ്രതിരോധിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്ത് പ്രതിരോധിക്കുന്നു? സ്ത്രീകളെ ആരെങ്കിലും മോശമായി സെക്സ്വൽ ഹറാസ്മെന്റ് നടത്തിയാൽ അവനെ തല്ലിക്കൊല്ലണം, അതിന് സംശയമൊന്നും വേണ്ട. പക്ഷെ സ്ത്രീകൾ പലരും ഇത് മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഇന്നത്തെ നിങ്ങൾ കഴിഞ്ഞ ദിവസം മുഴുവൻ നമ്മുടെ ഈ കഥയെല്ലാം പറഞ്ഞ് നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ ഇന്നത്തെ പ്രസ്താവനയോടുകൂടി ഏകദേശം അതിന് തീരുമാനമായി. ഇതിനെ നമ്മൾ അനുവദിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ സമൂഹം തന്നെയാണത്. ഈ ബഹുജനം പലവിധം എന്ന് പറയും മട്ടിൽ ഈ പറയുന്ന പരാതികളുടെ കുത്തൊഴുക്കിൽ വ്യാജ പരാതി ഉണ്ടാകുന്നേ. ഇപ്പോഴും ഈ നിവിൻ പോളിക്കെതിരെ പരാതി നൽകിയത് പൂർണ്ണമായി കെട്ടിച്ചമച്ച പരാതിയാണെന്നോ വ്യാജ പരാതി അതിൽ കേസന്വേഷണം നടക്കുകയാണ്, അത് തെളിയട്ടെ എന്ന് കരുതി ഈ പറയുന്ന സകല പരാതിക്കാരെയും അങ്ങനെ അവരെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു കവറായി ഉപയോഗിക്കാവോ ഈ ഒരൊറ്റ സംഭവം? അതൊരു ഉപകരണമാക്കി അങ്ങ് ഉപയോഗിച്ചേക്കാം എന്ന് കരുതുന്നത് ശരിയാണോ ശ്രീ സജി നന്ദിയാട്ട്? അല്ല, അത് ശരിയാണ്. കാരണം ഒരിക്കലും ഇതിന്റെ മറവിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവിടെ കടലക്കായി ആട്ടുംകാട്ടോട് ഒരുമിച്ച് വിറ്റഴിക്കരുത്. കടലയാണെന്ന് പറഞ്ഞ് വിറ്റഴിക്കണം. ആട്ടുംകാട്ടവും കടലക്കായും ഒരുമിച്ച് വിറ്റഴിച്ചാൽ അത് ശരിയാവത്തില്ല. കാരണം ഇത് ശരിയായ പീഡനം ചിലപ്പോൾ നടന്നു കാണും. ശരിയായ പീഡനം പോലും ഇങ്ങനെയുള്ള വ്യാജ പരാതികൾ വരുന്നതോടെ അതും ആ ഗണത്തിൽ പെടില്ലേ? ശരിയായ പീഡനം ഉറപ്പായിട്ടും ആട്ടിൻകാട്ടം എടുത്തു കഴിഞ്ഞാൽ ബാക്കി കടലാന്നല്ലേ? ബാക്കിയുള്ള കടല ആട്ടിൻകാട്ടാവില്ലല്ലോ സാർ. അതിലൊരു ആട്ടിൻകാട്ടം ഉണ്ടെങ്കിൽ അതെടുത്ത് കളയുക, ബാക്കി കടല അടക്കുക, മൊത്തം കടലയത്. നിങ്ങൾ പക്ഷേ ഒരാൾക്കെതിരെ ഒരു പരാതി ഒരു സ്ത്രീ ഉന്നയിക്കുന്നു. ആ പരാതി ഉന്നയിക്കുമ്പോൾ തന്നെ ഈ ആളെ മോശക്കാരായി നിങ്ങൾ ചിത്രീകരിച്ചു. നിങ്ങൾ ഭയങ്കര ഹെഡ്ലൈൻ തൂക്കി, നിങ്ങൾ കൗണ്ടർ പോയിന്റ് പോലെ ഇട്ടു, നിങ്ങൾ പ്രൈം ടൈം ഇടുന്നു, എൻകൗണ്ടർ പ്രൈം ഇടുന്നു, എല്ലാം ഇട്ട് അവൻ നശിച്ച് ധാരാളക്കല്ല് പിടിച്ച് കഴിയുമ്പോൾ അവൻ പ്രായമായി കഴിയുമ്പോൾ പറയും ഇവൻ നിരപരാധിയാണെന്ന്. അവന്റെ ഭാര്യ ആത്മഹത്യ ചെയ്യാൻ ചിലപ്പോ പോലീസ് പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു, ഒരു FIR ഇട്ടു. ആ FIR വന്നപ്പോഴല്ലേ മാധ്യമങ്ങൾ വാർത്ത നൽകിയത്? മാധ്യമങ്ങൾ നൽകുന്ന വാർത്ത എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ കാളെ പറ്റുന്ന കയറെടുക്കുന്നു. അവിടെ എന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടുക തന്നെയാണ് എപ്പോഴും. സജി നന്ദിയാട്ട് ഒറ്റ കാര്യം, അതായത് താങ്കൾ പറഞ്ഞത് ഈ രണ്ട്, അതായത് വ്യാജ പരാതികളുണ്ട്, ഇത് രണ്ടും തമ്മിൽ മിക്സ് ചെയ്യരുതെന്നാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണ വിധേയരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ മുഴുവൻ വിവരങ്ങളും പുറത്തു വിടണം എന്നൊരാവശ്യം താങ്കൾക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുമോ? അല്ല, ഹേമ കമ്മിറ്റിയിലെ വിവരങ്ങൾ ഞാൻ ചോദിക്കട്ടെ, ഒറ്റ ചോദ്യമേ ഉള്ളൂ. താങ്കൾ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കും? അല്ല, ആ ചോദ്യത്തിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹേമ കമ്മിറ്റി ഡേറ്റ കളക്ട് ചെയ്ത് ആരോപണ വിധേയരായ ആൾക്കാരെ വിളിച്ചിട്ട് നിങ്ങൾ ഇത് ചെയ്തോന്ന് ചോദിച്ചോ? ഇല്ലല്ലോ. അതല്ലെങ്കിൽ മലയാള സിനിമയുടെ പരിച്ഛേദം ഹേമ കമ്മിറ്റി മുമ്പിൽ ഹാജരായോ? പറയൂ.
പറയാം. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 48-ാം പേജിലെ 96-ാം ഖണ്ഡികയിൽ ഹേമ കമ്മിറ്റി പറയുന്നു, ജസ്റ്റിസ് ഹേമ പറയുന്നു, ഞങ്ങൾക്ക് മുൻപിൽ കിട്ടിയിട്ടുള്ള തെളിവുകളും സാക്ഷിമൊഴികളും അതിനോട് ചേർന്ന് നിൽക്കുന്ന രേഖകളും പരിശോധിച്ചാൽ ഈ ഉന്നയിക്കപ്പെട്ട, അതായത് മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട നടന്മാർക്കെതിരെ പോലും ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഈ ആരോപണങ്ങളിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ താങ്കൾ പറയുമോ ആരോപണ വിധേയരായവരുടെ മുഴുവൻ വിവരങ്ങളും പുറത്തു വരട്ടെ എന്ന് താങ്കൾ ഒരു ആവശ്യം പറയുമോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരട്ടെ. ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ നെല്ലും പതിരും നമുക്ക് തിരിച്ചറിയണമെന്ന് പറഞ്ഞാൽ അതാണല്ലോ നിലപാട്. അങ്ങനെ ഒരു നിലപാട് താങ്കൾക്കുണ്ടോ ശ്രീ സജി നന്ദിയാട്ട്? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഹേമ കമ്മിറ്റി പൂർണ്ണമാണ്. ഹേമ കമ്മിറ്റിയിൽ ചില കാര്യങ്ങൾ സത്യമായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. പക്ഷേ മലയാള സിനിമയിലെ പരിച്ഛേദമാണ് ഈ റിപ്പോർട്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണമുണ്ട്. 64 52 പേരെ വിളിച്ചാൽ മലയാള സിനിമയുടെ ഒരു അറ്റം പോലും ആവില്ല. യഥാർത്ഥത്തിൽ എല്ലാവരെയും വിളിക്കണം, സംഘടനകളെ വിളിക്കണം, വ്യക്തികളെ വിളിച്ച് പ്രശ്നങ്ങളുണ്ടോ പത്രപരസ്യം നൽകിയിട്ട് പോയിരുന്നില്ലല്ലോ. അത് അറിയാത്ത കാര്യമല്ലല്ലോ. തെളിവെടുക്കുന്നുണ്ടെന്നും ആർക്കും അറിയാതിരുന്നു, അത് പോയില്ലല്ലോ. ഇത്രയധികം ആളുകളുള്ള മലയാള സിനിമയിൽ ആകെ 62 അല്ല സജി നന്ദിയാട്ടെ, ഇത്രയധികം ആളുകളുള്ള മലയാള സിനിമയിൽ ആകെ 62 പേര് പോയപ്പോൾ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളാ. അപ്പൊ എല്ലാവരും പോയി എന്താ വരുന്ന അവസ്ഥ? ആകെ 62 പോയപ്പോ പേര് പോയപ്പോ തന്നെ അതിഭീകരമാ. കേരളം താങ്ങില്ലായിരുന്നു. അതെ, നിങ്ങള് പട്ടി ആടാക്കുന്ന പാർട്ടികൾ, അതൊന്നും പ്രശ്നമല്ല. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി മുമ്പിൽ പോയ പലരെയും വിളിച്ചിട്ടാണല്ലോ പോയത്. പത്രപരസ്യം കണ്ടിട്ടാണോ പോയത്? പത്രപരസ്യം കണ്ട് പോയതല്ല, മിക്ക ആൾക്കാരെ നേരിട്ട് ഹേമ കമ്മിറ്റി വിളിച്ചതാണ്. നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റി തരാം. സംഘടനകളെ വിളിച്ചോ? റിപ്പോർട്ടിലുണ്ട് ശ്രീ സജി നന്ദിയാട്ട്. താങ്കൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണവുമാണ് റിപ്പോർട്ടിലുണ്ട്. ഞാൻ പറഞ്ഞില്ലല്ലോ. സിനിമാ മേഖല മൊത്തം ചാവറ അച്ഛന്മാരാണെന്ന് ഞാൻ പറഞ്ഞില്ല. താങ്കൾ പറഞ്ഞു വരുന്നത് എന്താണ് സാർ? ശരി, ഹേമ വിളിച്ചു, അതുകൊണ്ട് ചർച്ച ചെയ്യുമ്പോ അതൊരു പരിപൂർണ റിപ്പോർട്ടായി മാറണമെങ്കിൽ ഹേമ വിളിച്ചു, അതുകൊണ്ട് എന്താണ്? അല്ല ബാക്കിയുള്ളവരെന്താ വിളിക്കാഞ്ഞേ? ഹേമ വിളിച്ചു, പത്രപരസ്യം ഉണ്ടായിരുന്നു. അല്ല താങ്കൾ ഹേമാക്കം ഇപ്പോ ഭാഗ്യലക്ഷ്മി ഇന്നലെ പറയുന്ന കേട്ടി ഈ സെയിം ഡയലോഗ്. സജി നന്ദിയാട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ പറയുകയാണ് കുറച്ച് ആളുകൾ മാത്രമേ പോയുള്ളൂ, അത് ഹേമ കമ്മിറ്റി ആളുകൾ വിളിച്ച ആളുകൾ മാത്രമാണ് പോയത്. ശരി, ഹേമ കമ്മിറ്റി പറയുന്നു സജി നന്ദിയാട്ടെ ഹേമ കമ്മിറ്റി പറയുന്നു ഞാൻ ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന മൊഴികൾ ഹിയർസേ മൊഴികളല്ല, എനിക്ക് ബോധ്യപ്പെട്ട തെളിവടക്കമുള്ള മൊഴികൾ മാത്രമേ ഞാൻ എഴുതി വെച്ചിട്ടുള്ളൂ എന്ന് പറയുകയാണ് ഹേമ. ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ഹേമ എന്തിനാണ് വിശ്വസിക്കുന്നത്? അല്ല, അത് പൂർണ്ണമായി ഞാൻ തള്ളിക്കളഞ്ഞില്ലല്ലോ. ഞാൻ ആഷ്മി ഒരു തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ ICC ഉണ്ടല്ലോ. എല്ലാ 3 വർഷമായി എല്ലാ സിനിമാ മേഖലകളിലും ഓരോ സിനിമയെ ഓരോ യൂണിറ്റ് ആയി എടുത്തുകൊണ്ട്, ഓരോ വർക്ക് പ്ലേസ് ആയിട്ട് എടുത്തുകൊണ്ട് അവിടെ ICC രൂപീകരിച്ചിട്ടുണ്ടല്ലോ. ഈ ICC പ്രവർത്തിക്കുന്നില്ല. ICC കടലാസ് സംഘടനയാണെന്ന് എങ്ങനെ പറഞ്ഞു ഹേമ കമ്മിറ്റി? ഞങ്ങളെ വിളിച്ചു. ഹേമ പറയുന്നതല്ല. ഈ പരാതിക്കാർ പറയുന്നു, പറയട്ടെ കേൾക്ക്, ഈ പരാതിക്കാർ മൊഴി നൽകിയവർ പറയുന്നു ഞങ്ങൾ ഈ ICCക്ക് മുന്നിൽ വിശ്വസിച്ച് മൊഴി കൊടുത്താൽ ആരാണോ വേട്ടക്കാർ അവരുടെ ചെവിയിലേക്ക് എത്തുന്ന തരത്തിൽ അവരുടെ അടിമക്കണ്ണുകളാണ് ഈ ICC എന്ന അർത്ഥത്തിൽ, എന്ന പരോക്ഷമായ അർത്ഥത്തിൽ പറയുകയാണ്. നിങ്ങൾ പറയുമോ? ശരി, നിങ്ങൾ വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾ പറയുമോ? അല്ല സജി നന്ദിയാട്ടെ അല്ല നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുമോ? ശരി, ഒരു പെൺകുട്ടി വന്ന് ICCയിൽ പരാതി പറഞ്ഞാൽ കേരളത്തിൽ മുഴുവൻ സിനിമകളും ഓരോ സിനിമാ ലൊക്കേഷനും ഓരോ യൂണിറ്റ് ആയി കണക്കിലെടുത്ത് അവിടെയൊക്കെ കാര്യക്ഷമമായ നിയമം അനുശാസിക്കുന്ന തരത്തിൽ ഈ പരാതി പരിഹാര സെല്ല് പ്രവർത്തിക്കുന്നുണ്ടോ ശ്രീ സജി നന്ദിയാട്ട്? താങ്കൾ കാര്യക്ഷമമായി എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചു. ഉള്ള കമ്മിറ്റികൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ജസ്റ്റിസ് ഹേമ റിപ്പോർട്ടിൽ ഹേമയാ, ഞാനല്ല, ഹേമ പറയാണ്. ജസ്റ്റിസ് ഹേമ പറഞ്ഞ കാര്യം പറഞ്ഞോളൂ. സജി നന്ദിയാട്ടെ ഇപ്പൊ നിങ്ങളോട് ഇല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങളോട് ചോദിക്കുകയാണ്. ആഷ്മിയെ വിളിച്ചിട്ട് ഇത് ശരിയാണോ തെറ്റാണോ എങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ഇത്ര തെറ്റുകളുണ്ട്, തിരുത്തണമെന്ന് പറയുന്നതല്ലേ മര്യാദ? അതല്ല മര്യാദ. അല്ല സജി നന്ദിയാട്ടെ ഇപ്പൊ നിങ്ങളെ വിളിച്ച് ചോദിക്കുകയാണ്. ശ്രീ സജി നന്ദിയാട്ടെ, നിങ്ങളുടെ യൂണിറ്റിലെ ICCയിൽ ഒരു പരാതിക്കാരി മൊഴി പറഞ്ഞാൽ ആരെക്കുറിച്ചാണോ പരാതി പറയുന്നത് അവരുടെ ചെവിയിലേക്ക് നിങ്ങൾ ഈ വിവരങ്ങൾ എത്തിക്കാറുണ്ടോ? അപ്പൊ നിങ്ങൾ പറയോ ശരി ഞങ്ങൾ എത്തിക്കാറുണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കോ? ആരെ പറ്റിക്കലാണ് സജി നന്ദിയാട്ടെ? ആഷ്മി കുറച്ചുകൂടെ പഠിച്ചിട്ട് പറയൂ. ഒരു സിനിമയിൽ ICC രൂപീകരിച്ച ലിസ്റ്റ് എവിടെയുണ്ട്? മിനിറ്റ്സ് ഉണ്ട്. ഇതിന് രേഖയുള്ളതാണ് ആഷ്മി, ഇത് കടലാസ് അല്ല. രണ്ടാമത്തെ കാര്യം,
ഞങ്ങളുടെ മുമ്പിൽ പരാതി എന്താ വരാഞ്ഞത്? 3 വർഷമായിട്ട് പരാതി വരാതെ ഞങ്ങളുടെ കുഴപ്പമാണോ? സജി നന്ദിയാട്ടെ, ഇത് തന്നിട്ട് പറയൂ. ഒരു ICC പരാതി യിൽ വന്നിരുന്നെങ്കിൽ അതാണ് എന്ന് പറഞ്ഞാൽ അല്ല, സിനിമയിൽ ICC യിൽ അവസരം വരുന്ന കൊടുക്കാൻ പോലും പറ്റാത്ത പവർ ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനല്ല അപ്പോഴാണ് അങ്ങനല്ല പരാതി. എന്ന് പറഞ്ഞാൽ ICC യിൽ പറയുന്ന സിനിമയിൽ പരാതി അഭിനയിക്കാൻ വരുന്നവർക്ക് അല്ല അവസരം സജി കൊടുക്കാത്ത നന്ദിയാട്ടെ, പവർ ഇതെല്ലാം ഗ്രൂപ്പ് ഉണ്ടെന്ന് മിനിറ്റ്സിലുള്ള പറയുന്നത്. കാര്യമാണെങ്കിൽ അപ്പോഴാണോ പരാതി? അപ്പോഴാണോ അല്ല, പരാതി ഇതെല്ലാം വരിക? മിനിറ്റ്സിലുള്ള കാര്യമാണെങ്കിൽ ഒരു പരാതി നൽകുന്ന ഒരു പരാതിക്കാരി പരാതിയുമായി എത്തിയാൽ നിങ്ങൾ രേഖാമൂലം അയാളോട് പറയുകയാണോ ചെയ്യുക? അല്ലല്ലോ, ഇതിനൊക്കെ മറ്റു വഴികളില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടില്ലേ, ഒരു ഗൗരവമുള്ള പരാതി ഉയർന്നു വന്ന സമയത്ത് ആ ആരോപണ വിധേയനായ അസോസിയേറ്റ് ഡയറക്ടറെ പുറത്താക്കിയത്. അപ്പൊ ആ അസോസിയേറ്റ് ഡയറക്ടർക്കെതിരായ പരാതി എന്താണെന്ന് നമ്മൾ കേട്ടതാണല്ലോ അല്ലെ? ഗുരുതരമായ റേപ്പ് ആയിരുന്നു നടന്നതെന്ന് അതിജീവിത പറഞ്ഞതാണ്. അപ്പൊ ആ കേസ് റെഫർ ചെയ്തോ? അത് റെഫർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്ത് ചെയ്തു? ആരോപണ വിധേയനെ പുറത്താക്കി. അതോടെ കഴിഞ്ഞോ? ഈ സെറ്റിൽ നടക്കുന്ന സെറ്റിൽമെന്റ് ആണോ അയാളെ പുറത്താക്കിയോണ്ട് തീർന്നു? സംസാരിക്കുന്നു, മറുപടി പറയാൻ എന്നെ അനുവദിക്കുന്നില്ല. കാരണം അല്ല സാർ, അതാണ് ചോദിച്ചത്. അതാണ് ഇപ്പൊ സെറ്റിൽ ഒരു പരാതി. അല്ല, കേൾക്കൂ ദയവായി കേൾക്കൂ. ഉത്തരം പറയാൻ നിങ്ങൾ എന്നെ അനുവദിക്കുന്നുണ്ടോ? അല്ല, ദയവായി കേൾക്കൂ. ഒരു സെറ്റിൽ ഒരു ഗുരുതരമായ ക്രിമിനൽ ആക്ടിവിറ്റി നടന്നു വന്നു, പരാതി ലഭിച്ചപ്പോൾ ആരോപണ വിധേയനെ സെറ്റിൽ നിന്ന് പുറത്താക്കി എന്നാണ് അതിജീവിത പരാതിക്കാരി പറഞ്ഞത്. അങ്ങനെ ആയിരുന്നോ വേണ്ടത്? അത് സിനിമ ഏതാണെന്നും പരാതി ഏതാണെന്നും കേസ് എടുത്തിട്ടുള്ളതും ഒക്കെ നിങ്ങൾക്ക് നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ജുഡീഷ്യൽ പവറോട് ഞങ്ങൾക്ക് തരാൻ പറയൂ. ജുഡീഷ്യൽ പവറില്ല, നിങ്ങൾക്ക് പോലീസ് റെഫർ ചെയ്യാമല്ലോ. നിങ്ങൾക്ക് പോലീസിൽ റെഫർ ചെയ്യാമല്ലോ. അതിന് ICCക്ക് അധികാരമുണ്ടല്ലോ. എത്ര കേസ് പോലീസിൽ റെഫർ ചെയ്തിട്ടുണ്ട്? ഞങ്ങൾക്ക് പരാതി കിട്ടിയിട്ടില്ലല്ലോ. അല്ല, കിട്ടിയതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സജി നന്ദിയാട്ടെ, കിട്ടിയതിന്റെ കേസ് പുറത്തു വന്നതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പുറത്തു വന്ന ഒരു പരാതിയിൽ വളരെ ഗുരുതരമായ ആരോപണം നേരിട്ട കേസാണ് ഞാൻ പറഞ്ഞത്. ആ പരാതിക്ക് ആരോപണ വിധേയനെ പുറത്താക്കി സെറ്റിൽ ചെയ്തു എന്നാണ് പറഞ്ഞത്. ഒന്നുകൂടി പരാതിയെ പറ്റി ഇപ്പൊ പറയുന്നുണ്ടല്ലോ, സിദ്ദിഖ് പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അത് പരാതി അന്ന് പരിഗണിക്കാത്തത് ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട്. വേണു പോലും മിണ്ടാതിരിക്കുക. കാരണം വേണു പോലും നിങ്ങളുടെ ഇടയിൽ വളരെ മൗനയായി പോയി. കാരണം ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ കയ്യിൽ ഒരു പരാതി തരുന്നു, സപ്പോസ് ആ പരാതിക്ക് ഞങ്ങൾ ആക്ഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാ? ഞങ്ങളിൽ പരാതി ഇല്ലാതെ ജനിക്കാൻ പോകുന്ന കൊച്ചിന് ജാതകം എഴുതണം. ഞങ്ങൾ അറിയാതെ അഭിപ്രായം പറയുന്നത് നിങ്ങൾക്ക് പരാതി തന്നാൽ ആരാണോ ഉപദ്രവിച്ച് അവരുടെ ചെവിയിലേക്ക് ഇത് എത്തുകയാണ്. പിന്നെ എങ്ങനെ പരാതി തരും നിങ്ങൾക്ക്? ഹേമ പറഞ്ഞ ഒന്നും എന്റെ പറയല്ല. ശരി, നമുക്ക് ഇടവേളയ്ക്ക് പോകണം. നിങ്ങൾ പരാതി നൽകിയാൽ ഞങ്ങൾ എന്ത് ആക്ഷൻ എടുക്കുന്നു കണ്ടിട്ട് വേണം സംസാരിക്കാൻ. എന്തുകൊണ്ട് ഇത് പുറത്തു പറഞ്ഞാൽ ഈ കാര്യങ്ങൾ പുറത്തു സജീവ അങ്ങ് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒന്ന് വായിക്കണം. അതിൽ പറയുന്നു ഇത് പോലീസിന് മുന്നിൽ പറഞ്ഞാൽ ഈ പറയുന്ന കൂട്ടം എന്നെ കൊന്നുകളയും, എന്റെ കുടുംബത്തെ കൊന്നുകളയും എന്ന് പേടിക്കുന്നവരാ, എന്ന് പേടിക്കുന്ന പാവ മനുഷ്യരാ. അവരാണോ അവിടെ പരാതി കൊടുത്താൽ ഈ പറഞ്ഞ വേട്ടക്കാരൻ ചെവിയിലേക്ക് എത്തും എന്ന് അറിഞ്ഞുകൊണ്ട് പറയേണ്ടത്? പോലീസ് സ്റ്റേഷൻ പൊറോട്ട ഇറച്ചി വിൽക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണോ? കേരളത്തിലെ മജിസ്ട്രേറ്റുമാരും ജഡ്ജിമാരും പൂജ പെട്ടി കളിക്കുകയാണോ? ഇവിടെ ചോദ്യം അത് വേറെ ചോദ്യം. അല്ല അല്ലാതെ വേറെ ചോദ്യം. പോലീസിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. അത് നമുക്ക് ഒരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രധാന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. മുഖ്യമന്ത്രി ആ ഉത്തരവിൽ ഒപ്പിട്ടു എന്ന വിവരം വരുന്നുണ്ട്. സസ്പെൻഷൻ ഇല്ല, അത് ഒതുക്കി തീർക്കുന്നു, സെറ്റിൽ ചെയ്യുന്നു എന്നൊക്കെയുള്ള ആരോപണം നിലനിൽക്കുകയാണ്. ഗുരുതരമായ ആരോപണം PV അൻവർ MLA ഉന്നയിച്ച സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു എന്ന ഉത്തരവ് ഇപ്പോൾ, അതുകൊണ്ടുള്ള ആ ഉത്തരവ് പുറത്തിറങ്ങിയെന്ന വിവരം ഇപ്പോൾ വരുന്നത്. വെൽക്കം പ്രേക്ഷകരെ, നമ്മുടെ അതിഥികൾ തുടരുന്നു, പാനൽ തുടരുന്നു. KL കുമാർ, ഇവിടെ ഒരു SIT ഉണ്ടാവുന്നുണ്ട് വനിതാ IPS ഉദ്യോഗസ്ഥ നേതൃത്വത്തിൽ. അതിൽ ആകെ ഇപ്പോഴുമുള്ളത് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ വന്ന വാർത്താക്കുറിപ്പല്ലാതെ അതിനപ്പുറം ഒരു വിജ്ഞാപനമായി ഇറങ്ങണം. കേരള പോലീസ് ആക്ടിന്റെ 22B എന്തോ പ്രകാരം വിജ്ഞാപനമായിട്ട് ഇറങ്ങണമെങ്കിൽ മാത്രമേ ലീഗൽ സാങ്ക്ടിറ്റി ഉണ്ടാവുന്നുള്ളൂ. 11 ദിവസമായി ആ ഓർഡർ താങ്കൾ കണ്ടിട്ടുണ്ടോ KL കുമാർ? എന്തുകൊണ്ടാണ് ഉണ്ടാവാത്തത്? അതിന് പ്രത്യേകിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം കേരള മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വനിത തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഇപ്രകാരം ഒരു കാര്യത്തെ സംബന്ധിച്ച് പരാതിപ്പെടാനിട വന്നാൽ അത് ഏറ്റവും ഗൗരവത്തോടെ പ്രോത്സാഹജനകമായി തന്നെ നിയമപരമായി കൈകാര്യം ചെയ്യുമെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ആദ്യ ദിവസം തന്നെ പ്രഖ്യാപിച്ചു. അതുപ്രകാരം ആദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് രഞ്ജിത്തിനെതിരായിട്ടാണ് പരാതി വന്നത്. അപ്പോൾ തന്നെ രഞ്ജിത്ത് രാജിവെച്ച് പോവുകയാണുണ്ടായത്. അതുപോലെ തന്നെ ഒരു കേസും സർക്കാർ എടുക്കാതിരുന്നില്ല എന്ന് മാത്രമല്ല, പരാതിക്കാരെ അവിടെ ചെന്ന് അന്വേഷിച്ച് കണ്ടെത്തി മൊഴിയെടുക്കുന്ന സ്വീകരിക്കുകയാണ്. നാളെയും മറ്റൊരാൾ കടന്നു വന്നിട്ട് തങ്ങൾക്ക് ഇപ്രകാരം പറയാനുണ്ട് എന്നൊരു അറിയിപ്പ് തന്നാൽ അവർ ലോകത്തെവിടെയാണെങ്കിലും കേരള പോലീസ് അവിടെ ചെന്ന് അവരുടെ വിവരങ്ങൾ ശേഖരിക്കുമെന്നുള്ളതാണ് കേരള മുഖ്യമന്ത്രി കേരള പൊതുസമൂഹത്തിന് നൽകിയ ഉറപ്പ്. അത് പാലിക്കും. എങ്ങനെയാണ് ഒരു നടപടിക്രമം മുന്നോട്ട് പോകേണ്ടത്?
ഒരു FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട FIR അതിൻ്റെ വിവിധങ്ങളായ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏത് അന്വേഷണ സംഘമാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് വ്യക്തമായ ഉത്തരവുണ്ടാകും. ഇപ്പോൾ ഈ കേസ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതെന്ന് ആലോചിക്കുക. ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലെ സാധാരണ SHOമാരല്ല രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ ടീം തന്നെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അല്ല അവർ രജിസ്റ്റർ ചെയ്ത് കൈമാറുകയാണ്. അല്ല പോലീസ് അതിന്റെ സ്റ്റേഷനിലുള്ള ഭാഗമാണ് അല്ലല്ല SIT അല്ല സാർ, SITക്ക് രജിസ്റ്റർ കഴിയില്ല, FIR പറ്റില്ല. തെറ്റാണ്. SITക്ക് FIR അധികാരമില്ല. ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ലീഗൽ സാങ്ക്ടിറ്റി ഇല്ലാത്തതുകൊണ്ട് FIR കഴിയില്ല. പറയുന്നത് അല്ല FIR സ്റ്റേഷനുകളിലാണ്, ഓരോരോ സ്റ്റേഷനിലാണ് ഇട്ടേക്കുന്നത്. ഓരോരോ സ്റ്റേഷനിൽ SHOയുടെ മുന്നിൽ തന്നെ ഇട്ടേക്കുന്നത്. നിങ്ങൾ ഈ 4 പേര് കൂടി ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഞങ്ങൾ എന്താ പറയണമെന്ന് 4 പേർക്ക് മനസ്സിലാവില്ല. ഞാൻ എന്താ പറഞ്ഞത്? SHO അല്ല മൊഴിയെടുത്തതെന്നാണ് ഞാൻ പറഞ്ഞത്. മൊഴിയെടുത്ത് SHO അല്ല. ഈ മൊഴികൾ എടുത്തത് പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ്. അതിൽ വനിതാ IPS ഉദ്യോഗസ്ഥന്മാർ. ഞാൻ പറയട്ടെ സാർ, നിങ്ങൾ എന്താ ഇങ്ങനെ ചാടിക്കടിക്കുന്നേ? താങ്കൾ പറഞ്ഞതിലെ ഒരു പോരായ്മ ചൂണ്ടിക്കാട്ടിയതാണ് ശ്രീ അനിൽകുമാർ. അതാണ് പറഞ്ഞത്. SHOമാരല്ല മൊഴിയെടുത്തതെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഒരു പോരായ്മയില്ല. ആദ്യം ഒന്ന് കേൾക്ക്. താങ്കൾ പറഞ്ഞത് കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഈ പറയുന്ന SIT ആണെന്നാണ് പറഞ്ഞത്. SITക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞത് പോരായ്മയല്ലേ? ദയവായി ഹാഷ്മി ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. കേസ് രജിസ്റ്റർ ചെയ്യാൻ ആദ്യം മൊഴിയെടുക്കണം. ആ മൊഴി എന്ന് പറഞ്ഞാൽ 154 പ്രകാരമാണ്. ആ മൊഴി എടുത്തത് പ്രത്യേക അന്വേഷണ സംഘമായി നിയമിക്കപ്പെട്ട വനിതാ ഉദ്യോഗസ്ഥന്മാരുടെ മേൽനോട്ടത്തിലാണ്. അങ്ങനെ മേൽനോട്ടത്തിൽ അവർ നിർദ്ദേശിച്ച പ്രകാരം മൊഴിയെടുത്തു കഴിഞ്ഞാൽ ആ മൊഴി കൈമാറി കൊടുത്ത് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലാണ് 156 പ്രകാരം അവർ FIR എടുക്കുന്നത്. ഇത് രണ്ടും രണ്ട് നടപടിക്രമമാണ്. FI സ്റ്റേറ്റ്മെന്റ് ആണ്, FIR. ഇത് രണ്ടും നടപടിക്രമമാണ്. ഈ SIT രൂപീകരിക്കുന്നതിന് മുമ്പ് എറണാകുളത്ത് രഞ്ജിത്തിനെതിരായ FIR ഇട്ടു അല്ലേ? ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചോട്ടെ. അതായത് ഈ സംവിധായകൻ രഞ്ജിത്തിനെതിരായ പരാതിയിൽ എറണാകുളത്തെ FIR രജിസ്റ്റർ ചെയ്ത ശേഷമാണ് SIT തന്നെ പ്രവർത്തനം തുടങ്ങിയത്. താങ്കൾ 2 ദിവസത്തെ ഒന്ന് ഓർമ്മ പുറകോട്ട് പോയാൽ അത് കിട്ടും. അതിനുശേഷമാണ് ആ കേസ് കൈമാറുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രാഥമിക നടപടികൾ പോലീസ് സ്റ്റേഷനിൽ പൂർത്തിയാക്കി SITക്ക് കേസ് കൈമാറുകയാണ്. ഇവിടെയാണ് ഹാഷ്മി പറഞ്ഞത് ഇതിന്റെ പ്രവർത്തനം സംബന്ധിച്ച വിജ്ഞാപനത്തിൽ അവ്യക്തതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുക. അത് ഇറങ്ങിയിട്ടില്ല. അതാണ് ചൂണ്ടിക്കാട്ടി. ഞങ്ങൾ ആ വസ്തുതയാണ് താങ്കളെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. താങ്കൾ അത് മനസ്സിലാകാത്തത് പോലെയോ അല്ലെങ്കിൽ മനസ്സിലായിട്ട് അത് നടിക്കുകയോ ചെയ്യുകയാണ്. അത് മാത്രമേ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ. തർക്കത്തിനല്ല പറഞ്ഞത്, വസ്തുതയാണ്. നിങ്ങൾ പറയുന്നതിൽ ഒരു കാര്യമില്ല. ഞങ്ങൾ പറയുന്ന കാര്യമുണ്ട്. കാര്യമുണ്ട് സാർ, കാര്യമുണ്ട്. താങ്കൾ പറഞ്ഞത് മുഴുവൻ കോൺട്രഡിക്ടറിയാണ്. അല്ല, ഞാൻ പറയട്ടെ, ഒന്ന് പറയട്ടെ. താങ്കൾ പറയും രഞ്ജിത്തിനെതിരായ കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാണ്? ഒരു കാര്യം പറയാം. ചർച്ച ഇങ്ങനെ പോകേണ്ട കാര്യമില്ല. എനിക്ക് ഇതിന് നേരമില്ല. അന്വേഷണ സംഘത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നില്ല. ഒരു ചൂണ്ടിക്കാണിക്കലുമില്ല. നിങ്ങൾ ചുമ്മാ കുറെ ആളുകൾ ബേളം വെച്ചിട്ടിരുന്ന ചർച്ചയാവുമോ? എന്താ നിങ്ങൾ നടത്തുന്നത്? ഞാൻ പറയട്ടെ, രഞ്ജിത്തിന്റെ കേസ് എടുക്കുമ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടോ? ഇല്ല. ഒരു കൽക്കട്ടയിൽ നിന്നൊരു വെളിപ്പെടുത്തൽ വന്നാണ് അന്വേഷണ സംഘം വന്നോ? ഇങ്ങനെയുള്ള ഞാൻ പറയാൻ വന്ന പശ്ചാത്തലത്തിലാണ് കേരള സർക്കാർ അന്വേഷണ സംഘത്തെ വെച്ചത്. ഞാൻ ഒന്നാമത്തെ കാര്യം അന്വേഷണം പറയാൻ കഴിയില്ല. അതിന്റെ കാര്യം അതിനൊരു അധികാരമില്ലാത്തൊരു സംവിധാനമാണ്. അതിന് സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിയില്ല, അതിന് തെളിവെടുത്തെടുക്കാൻ കഴിയില്ല, അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയാത്ത സംവിധാനമാണത്. പോവില്ല. നമുക്ക് ഇത് മുന്നോട്ട് പോകത്തില്ല. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇരിക്കുന്ന വേറെ ഉദ്ദേശത്തിലാണ്. എനിക്ക് പറ്റത്തില്ല. ഇത് ഞാൻ എൻ്റെ പാർട്ടിയുടെ നിലപാട് പറയാനാ വന്നേ. അപ്പൊ നിങ്ങൾ നിയമപ്രശ്നമല്ലേ ചൂണ്ടിക്കാണിയത്? പാർട്ടിയുടെ നിലപാടിനെക്കാളും പ്രധാനം ഇതിലെ നിയമപ്രശ്നങ്ങളും അതിന്റെ വശങ്ങളുമല്ലേ നമ്മൾ ചോദിക്കുന്നത്? ദയവായി കേൾക്കൂ, ഞാൻ അങ്ങോട്ട് പറയണത് കേൾക്കൂ. പാർട്ടി നിലപാട് തന്നെയാണ് പറയണത്. ഈ പ്രതികളെ എല്ലാം രക്ഷിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പിണറായി വിജയൻ ഒരു അന്വേഷണ സംഘത്തെ വെച്ചിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ പറയുന്ന പോലെ ഉത്തരവിറക്കാതിരിക്കുന്നു. നിങ്ങളൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഏത് ലോകത്താണ് നിങ്ങളെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ പരാതികളും വരട്ടെ എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചു. എവിടെ ഈ കാര്യങ്ങൾ ഉന്നയിക്കാൻ ആര് താല്പര്യപ്പെട്ടാലും FIRലേക്ക് പോയി. ആ FIRന്റെ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവെന്ന് പറയുന്ന ഒരു പ്രോസസ്സിന്റെ ഭാഗമാണ്. ആ പ്രോസസ്സിന്റെ ഭാഗമായി ഉത്തരവുണ്ടാകും എന്നുള്ളത് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്.
ഇങ്ങനെ മുന്നോട്ട് പോകൂ. അത് വന്നിട്ടില്ല എന്ന് പറയുന്ന വേറെ ആരോ സഹായിക്കാനാണ് ഇന്ന് രാത്രി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യം നടക്കത്തില്ല. ഇനി ഞങ്ങളുടെ പാർട്ടിക്കെതിരെ കുറെ കാര്യം കൂടെ പറഞ്ഞല്ലോ കോൺഗ്രസിന്റെ വക്താവ്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ, ഇടതുപക്ഷമാകണേ എന്ത് വേണം? കേരളത്തിലെ എല്ലാ മനുഷ്യരും വെറുക്കുന്ന വിധം ഒരു മാധ്യമ ഒരു സിനിമാ പ്രവർത്തകയോട്, സിനിമാ നടിയോട് ഏറ്റവും അധമമായ നിലയിൽ പെരുമാറിയ ഒരാൾ, അയാളെ വിളിച്ചുകൊണ്ടുപോയി ആലുവയിൽ ആദരിക്കുന്നു. എന്നിട്ട് മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അയാളുടെ കൂടെ സെൽഫി എടുക്കുന്നു. അപ്പൊ ജബി മേത്ര ഇടതുപക്ഷമായി. ആ സെൽഫി എടുത്തിയ ആളെ വിട്ടാൽ മതിയായിരുന്നു. CPM-ന് ചർച്ചയ്ക്ക് വരാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. സിമി റോസ്ബൽ ജോൺ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചർച്ച ചെയ്യാം പവർ ഗ്രൂപ്പിനെ കുറിച്ച്. KPCC ആഫീസിലെ ഒരു പ്രത്യേക സംവിധാനത്തെക്കുറിച്ച് ബിന്ദു കൃഷ്ണ പറഞ്ഞത് നമുക്കങ്ങ് ചർച്ച ചെയ്യാം. നമുക്ക് കേസെടുക്കാമോ? നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ KSUവിൻ്റെ ക്യാമ്പായിരുന്നോ യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പായിരുന്നോ ഒരു പരാതി വന്നത്? ആ പരാതിയെ സംബന്ധിച്ച് മാധ്യമങ്ങളിലെല്ലാം വാർത്ത വന്നു. കേരള പോലീസിന് FIR എടുക്കാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട രാജീവ് പി നായർ പറയുന്നത് അനുസരിച്ചാണ് എന്ത് വേണം, KSU ക്യാമ്പിൽ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു ഉടനെ അങ്ങ് FIR എടുക്കാൻ പറ്റുമോ? എടുക്കണം. അതിന്റെ വസ്തുതകൾ കോടതി പോലീസിന് മുമ്പാകെ പറയാൻ ആ വനിത, ആ KSUവിന്റെ പ്രവർത്തക തയ്യാറാകാത്തിടത്തോളം കാലം നിങ്ങളുടെ പാർട്ടിക്ക് നിങ്ങൾക്ക് ഒതുക്കി തീർക്കാം. നിങ്ങൾ ഒതുക്കി തീർത്തിരിക്കുകയാണ്. സിനിമാ മേഖലയിലും നിയമ നടപടിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ആ KSU ക്യാമ്പിൽ തെറ്റായ ഒരു കാര്യം നടന്നു എന്ന് ലോകത്തെല്ലാവർക്കും അറിയാം. ആ കുട്ടിക്ക് പരാതി ഉണ്ടെന്നും അറിയാം. പരാതി പുറത്തു വരികയും ചെയ്തു. കേസെടുത്തിട്ടില്ല. പിണറായി സർക്കാരിന് അവരെ സഹായിക്കാൻ വേണ്ടി, പ്രതികളെ സഹായിക്കാൻ വേണ്ടിയാണോ കേസെടുക്കാത്തത്? അല്ല, കേസെടുക്കേണ്ടതാണ്. ഈ പറഞ്ഞ ഇൻഫർമേഷൻ പറ്റൂ. ശരി ശരി, ഞാൻ ഇടപെടുന്നു. ശ്യാൽകുമാർ, താങ്കൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് വിജ്ഞാപനം ഇറങ്ങി എന്ന ചോദ്യത്തിന് ഏത് ലോകത്താണെന്ന്. എന്ന് പറഞ്ഞാൽ വിജ്ഞാപനം ഇറങ്ങാത്തത് കാരണം, അതിന് ലീഗൽ സ്റ്റാൻഡ് ഇല്ലാത്തത് കാരണം, പ്രതിയാകാൻ സാധ്യതയുണ്ടെന്ന് സംശയിക്കുന്നവരെ സാക്ഷികളെ വിളിച്ചു വരുത്താൻ SIT കഴിയില്ല. SITക്ക് FIR ഇട്ട് ഒരു കേസും അന്വേഷിക്കാൻ കഴിയില്ല. സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്താൻ അധികാരമില്ല. മജിസ്ട്രേറ്റ് രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കഴിയില്ല. പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ തൊണ്ട് കണ്ടെടുക്കാനോ കഴിയില്ല. കേരള പോലീസ് ആക്ട് 21(2)B പ്രകാരം SIT രൂപീകരിച്ച് വിജ്ഞാപനം ഇറക്കണം. അതുണ്ടായാലേ ഇതൊക്കെ കഴിയുള്ളൂ. അതുണ്ടായിട്ടില്ല എന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇവിടെ പ്രേക്ഷകരെ, ഇപ്പോൾ വരുന്ന പരാതികളിൽ ചിലപ്പോൾ വ്യാജ പരാതികൾ ഉണ്ടാകാം. അങ്ങനെ ഒന്നോ ഒന്നരയോ വ്യാജ പരാതി ചൂണ്ടിക്കാട്ടി ഈ വരുന്ന പരാതികളൊക്കെയും വ്യാജമാണ് എന്ന് തീർപ്പാക്കാനുള്ള നീക്കത്തെ ശ്രദ്ധയോടെ ഇരിക്കുക. അതിലൊക്കെ പ്രധാനം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന അതിഗുരുതരമായ ആരോപണങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോടതിക്ക് മുന്നിലേക്ക് എത്തും മുൻപ് തന്നെ അതിനെ അർഹിക്കുന്ന ഗൗരവത്തോട് സ്വീകരിക്കാൻ കോടതി തയ്യാറായിരിക്കുന്നു. അത് പ്രതീക്ഷയുള്ള കാര്യമാണ്. ഇന്നത്തെ ഒരു വനിതാ ജഡ്ജ് അടക്കമുള്ള 2 അംഗ ജഡ്ജിമാരുടെ ആ ബെഞ്ച് എന്തായാലും പ്രതീക്ഷയോടെ നോക്കണം. മറ്റൊരു വിഷയമായി നമുക്ക് നാളെ കാണാം. ഗുഡ് ബൈ.